അച്ഛാ, അച്ഛാ, എന്തു പറ്റി അച്ഛാ? പരീക്ഷിച്ച് തീർന്നില്ല എന്നാ തോന്നണേ. ദുശകന്യങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കണം. അവരിങ്ങടെ എത്തിയാലേ ഇനി ഒരു സമാധാനമുള്ളൂ. കുട്ടി പോയി കിടന്നുറങ്ങിക്കോളൂ. പോയിക്കോളൂ. അമ്മേ രക്ഷിക്കണേ. ഇനിയിപ്പോ പറയെടുപ്പ് വൈകിക്കണ്ടല്ലോ. താമസിക്കണ്ട, ദിവസം നിശ്ചയിക്കണം. വന്ന ഇവിടെ അധികം തങ്ങാൻ പറ്റില്ലല്ലോ. പെങ്ങളുടെ കുട്ടികളൊക്കെ അമേരിക്കയിൽ ജനിച്ചു വളർന്നല്ലേ, അവർക്ക് ഇതിൽ വിശ്വാസം കാണുമോ? എവിടെ വളർന്നാലും വിശ്വാസങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. സാവിത്രിക്ക് അങ്ങനെയല്ലാതെ അവരെ വളർത്താൻ പറ്റുമോ? കുഞ്ഞുണ്ണിയോട് പറയെടുപ്പിന് വേണ്ടതൊക്കെ ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞോളൂ. അവനെ അന്വേഷിച്ചിട്ട് ഞാൻ തന്നെ പോണം. ഉത്തരവാദിത്വ ബോധമില്ലാത്ത കഴുത എവിടെ പോയി കിടക്കാണാവോ? പക്ഷെ വേറൊന്നും വിട്ടു എന്താണെന്ന് ഞാൻ പറയില്ല. ശ്വാസം വിട്ടില്ല. കളത്തിന് മാറി നിൽക്കാണല്ലേ, ഞാനിപ്പോ വരാ. കളത്തിന് മാറി നിൽക്കാൻ നാണല്ലടാ കുഞ്ഞുണ്ണി, നിനക്ക് ഈ പീക്കിരി പിള്ളേരോടൊപ്പം കളിക്കാൻ. വല്യമാരോടൊപ്പം കളിച്ച് ജയിക്കാൻ ഭയങ്കര പാടാതല്ലേ. തള്ളേന്ന് വിളിക്കാൻ ഞാനാണോടാ നിന്നെ പറ്റത്? അല്ല, എന്നെ പറ്റത് ജാനകി അമ്മയാ. അവര് മേലോട്ട് പോയിട്ട് വർഷം 4 ആയി. കരി വാരിത്തേച്ച് നര മാറ്റിയതുകൊണ്ടൊന്നും തള്ള പിള്ളയാവൂല ദേവകി അമ്മേ. നിന്നോട് വർത്താനം പറയാൻ നിന്നാലേ ദേ വല്യങ്ങന്ന് കൊറേ നേരമായി നിന്നെ അന്വേഷിക്കണം. വേഗം ചെല്ല്, എന്നിട്ട് കിട്ടണത് വാങ്ങിച്ചോ. നമുക്ക് തുടങ്ങാം. ഇനി കുറച്ചു കാലത്തൊക്കെ കളിക്കാൻ കിട്ടില്ല കേട്ടോ. ഇതാണോ നിന്റെ കോടകം? അവർക്ക് എത്തിയില്ല. അവരെ കാണില്ലല്ലോ. 8:30 എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട ഇപ്പൊ എത്തേണ്ട നേരായില്ലേ? എന്റെ ദൈവമേ, ആർക്കോളൂ ഒരാഴ്ചയായിട്ട് ബ്രേക്ക് പൊട്ടി നിൽക്കുക. അവർക്ക് എത്തി. ഈ സമയത്ത് എങ്ങോട്ട് എഴുന്നള്ളം തോന്നിയില്ല അവർക്കോ? അവർക്ക് വഴിയെങ്ങാനും തെറ്റിയാലോ എന്നൊരു വടക്കേ കവല ഞാൻ കാവൽ നിൽക്കായിരുന്നു. യോഗ്യൻ. അവർക്ക് എത്തിയില്ലോ. കാണുന്നുണ്ട്. സൈക്കിൾ എടുത്തങ്ങോട്ട് മാറ്റിയാ? മാറ്റിയാണ്. കുറച്ചുകൂടെ മാറ്റോ ശപ്പാൻ. മമ്മി ഒന്ന് വേഗം ഇറങ്ങ്. പെണ്ണിന്റെ ഒരു ധൃതി കണ്ടില്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. നിനക്ക് അമ്മാമ്മ ഓർമ്മയില്ലേ? ഫോട്ടോയിലുള്ള അമ്മാമ്മയ്ക്ക് ഇത്രയും പ്രായമില്ലല്ലോ. നോക്കി നിൽക്കാതെ പെട്ടിയും സാധനങ്ങളും എടുത്ത് അകത്തേക്ക് വെക്കും കുഞ്ഞുണ്ണി. ചന്ദ്രകുഞ്ഞെ, ഈ കുഞ്ഞുണ്ണിയെ ഓർമ്മയുണ്ടോ അതോ മറന്നുവോ? അതെന്ത് ചോദ്യമാ? കുഞ്ഞുനാളില് കശുമാങ്ങ വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞപ്പോ നാടൻ മാങ്ങയുടെ ചോട്ടില് ക്യാഷ്നട്ട് ഒട്ടിച്ച് കശുമാങ്ങയാക്കി തന്ന കുഞ്ഞുണ്ണി ഞാൻ മറക്കോ? അമേരിക്കയിൽ പോയി വിറ്റാമിനുള്ള ആഹാരം കഴിച്ചിട്ട് ഓർമ്മയ്ക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴും ഈ പഴയ മാന്ത്രിക മനസ്സിൽ തന്നെ ഉണ്ട്. പിന്നല്ലാതെ ഇത്തവണ നമുക്ക് കുറെ മാന്ത്രിക വേലകൾ ചെയ്യാനുണ്ട്. ഇവിടെ തന്നെ കാണണം. ഇങ്ങോട്ട് തിരിഞ്ഞ എന്താ കുഞ്ഞ ഇതൊക്കെ? ഇനി മുതൽ ഈ ബനിയനൊക്കെ ഇട്ട് നല്ല ഫ്രീക്ക് സ്റ്റൈൽ വേണം നടക്കാൻ. ഞാൻ ഇതിന്റെ പുറത്ത് ആ മുണ്ടുകൂടി ഒന്നും കൊടുത്തോട്ടെ. അയ്യോ, മുണ്ടുകൊടുക്കാൻ പാടില്ല, ഇതിന്റെ ശോഭവും. ദിസ് ഈസ് ബർമുഡോ. അമേരിക്കൻ അണ്ടർവെയർ. പിടിയടോ. എന്ത് കഷ്ട കുഞ്ഞ ഇത്. ഇവനെയും കൂടെ അയ്യോ, സൂപ്പർ. ഇനി പോലും ഇങ്ങനെ വേണം നടക്കാൻ. ഇങ്ങനെ നടക്കേ? ആൾക്കാർ ആസനത്തിൽ കോലിയേറ്റി നോക്കൂത്തിയാക്കും കണ്ണ് കെട്ടാണ്ടിരിക്കാൻ. തുടങ്ങാം. എടുത്തോട്ടെ? എടുത്തോ. ഇതെടുത്തോട്ടെ. കുഞ്ഞു കുടിക്കോ? യെസ്. അമേരിക്കയിൽ എല്ലാരും കുടിക്കോ? ഞങ്ങൾക്ക് അതല്ലേ അവിടെ ജോലി.
പിച്ചക്കാരും കുടിക്കോ? പിന്നെന്താ? അവർ ഇംഗ്ലീഷ് പറയോ? ആ, ഓ, ഇവിടെ മലയാള. എന്ത് വളർച്ചയാ രാജ്യത്തിന്റെ. ഇതെന്താ? ബൈനോക്കുലർ. എന്നുവെച്ചാ? ദൂരെയുള്ള സാധനങ്ങളെ അടുത്ത് കാണിപ്പിക്കുന്ന ഒരു തന്നെ സുനാപ്പ്. ഓഹോ, നോക്കട്ടെ. ആ. ആ, ഇത് ഇതിലെ കൂടെ ഈ നോക്കണേ. Wait, wait, I will show you, I will show you. ആ, ഏ? ഇതെന്ത് കുന്ത്രണ്ടാ ഇത്? കുഞ്ഞേ, ഇപ്പൊ അകലം കുറച്ച് കൂടുതലുണ്ട്. ഒന്ന് അടുപ്പിക്കണം. വേഗം അടുപ്പിക്കാൻ നോക്ക്. എനിക്ക് കാണാൻ തിടുക്കായി. പെട്ടെന്ന് അടുക്കുമെന്ന് തോന്നുന്നില്ല. ഇത് കുറച്ച് സമയമെടുക്കും. അടുക്കുമ്പോ ഞാൻ കുഞ്ഞുണ്ണി അറിയിക്കാം. ഇപ്പൊ കുഞ്ഞുണ്ണി പോയി ഐസും സോഡയും സംഘടിപ്പിക്കാൻ നോക്കും. പോ. ഇത് നല്ല ചേർച്ചയുണ്ട്. ഡാഡി വാങ്ങി തന്നാ? നൈസ്. സതി ചേച്ചിക്ക് ഇത് പ്ലേ ചെയ്യാൻ അറിയോ? ഒന്ന് പ്ലേ ചെയ്യോ? ഇപ്പൊ വേണോ? പ്ലീസ്. ശരി. സതി വീണ വായിക്കുന്നത് കണ്ടപ്പോ ഏടത്തെ ഓർത്തുപോയി. ഇപ്പോഴും ആ ചിരി മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എന്തൊരൈശ്വര്യായിരുന്നു. വിധിച്ചിട്ടില്ല. സതിയുടെ ജാതകം വായിച്ചു കേട്ടപ്പോ ഒരു ഞെട്ടലായിരുന്നു. എങ്കിലും അത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് നിരീക്ഷിച്ചില്ല. ഏട്ടൻ ഇപ്പോഴും ഈ വക വിശ്വാസങ്ങളിൽ നിന്ന് മാറിയിട്ടില്ലേ? ഇങ്ങനെ ഒരു വിശ്വാസം ആ കുട്ടിയിൽ വളർന്നാൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഏട്ടൻ ഓർക്കുന്നില്ല. ഒക്കെ വിധി തന്നെ. ജാതകവശാ ദോഷമുണ്ട്, ആരോഗ്യം സൂക്ഷിക്കണം, അമ്പലത്തിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല. എന്നിട്ട് എന്തായി? ജാതകത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ അറ്റാക്ക് വന്നില്ലേ? ഇതൊന്നും വെറുതെ എന്ന് വിശ്വസിച്ചതല്ല, അനുഭവങ്ങൾ വിശ്വസിപ്പിക്കുകയുണ്ടായി. പുതിയത് എന്തൊക്കെ വന്നാലും പഴയതിനെല്ലാം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാനൊന്നിനും എതിര് പറഞ്ഞില്ലല്ലോ. ഒരു തർക്കം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാനിതിനൊക്കെ നിന്ന് തരുന്നത്. ആ തിരക്കിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിന്നപ്പോ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം. തിരിച്ചു പോണ്ടാൻ തന്നെ തോന്നുക. എന്നായാലും എവിടെയായാലും ഒടുവിൽ ഇവിടെ തന്നെ അല്ലേ? ആരേത്? വക്കീൽ സാറോ? വരണം വരണം. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു അല്ലേ? എവിടെ ഡോക്ടർ സാർ? എവിടെ? ആ, ശരചന്ദ്ര വരൂ. ആരിത്? ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചു തന്നെ. ഇന്നലെ എന്നല്ല, കഴിഞ്ഞ 3 ദിവസമായി ശ്രമിക്കുന്നു. വരൂ, ഇരിക്കൂ. തന്റെ കത്ത് എനിക്ക് കിട്ടിയത് 27-നാ. എയർപോർട്ടിൽ വരണമെന്ന് കരുതിയതാ, പറ്റിയില്ല. എന്താ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുന്നു എന്ന് കേട്ടു. ആ പ്രയോഗത്തിൽ തന്നെ ഒരു അപകടമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക ഏതാണ്ട് കിണറ്റിലിറങ്ങുന്ന മാതിരി. പിന്നെ ചെനക്കത്തൂർ കാവിലെ ഉത്സവമാ വരണേ. ഇപ്പോഴേ പറഞ്ഞിരിക്കണു, 12, 13, 14 ഫ്രീ ആക്കി ഇടുക. ദൈവം തമ്പുരാൻ കേസ് കൊണ്ടുവന്നാലും ഞാനന്ന് എടുക്കത്തില്ല. വീട്ടിൽ വസുമതിയും മക്കളും നിങ്ങളെ സൽക്കരിക്കാൻ കാത്തു കെട്ടിയിരിക്കുക. ഇത് ഏട്ടനും കൂടി കേൾക്കാനാ പറയണേ. 12ഉം 13ഉം ഞങ്ങൾ ഫ്രീ ആയിരിക്കല്ലോ എന്ന് പറഞ്ഞാ പറ്റില്ല. 12-നും 13-നും ഡോക്ടർ ശരത്ചന്ദ്രനും കുടുംബവും എന്റെ വീട്ടിൽ ഉണ്ടാവും, ഉണ്ടാവണം. ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു. നീ എന്താ എന്നെ കാണുമ്പോ മുങ്ങുന്നത്? ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാനിബലോ മറ്റോ ആണോ? കാവേരി അതിപ്പോഴും വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നീ ഞാൻ ചോദിച്ച ആൻസർ പറ. ഒന്നുമില്ല. ഒന്നുമില്ല. അത് ചന്ദ്ര കുഞ്ഞ് മുണ്ടെടുക്കാതെ നിക്കറ് മാത്രം ഇട്ട് നടക്കുന്നുണ്ടാണോ എന്നാ എനിക്കൊരു സംശയം. ഈ മീനൊക്കെ എന്തിനാ?
ഇത് ഷാപ്പിൽ കൊണ്ട് കറി ചില്ലുകൂടിൽ വെള്ളം ഒഴിച്ചിട്ട് വറക്കാനാ വളർത്താനാ. അയ്യോ, നാളെ പറയെടുപ്പ് തുടങ്ങുക. എല്ലാം ചെയ്യേണ്ട ആളാ. വെറുതെ അശുദ്ധാവാ നിക്കണ്ടെന്ന് പറഞ്ഞേക്കോ കുഞ്ഞുണ്ണി. ഉവ്വ്. ഇവള് വല്ലതും ഉണ്ടാക്കുവോ? അസലായിട്ട് ഉണ്ടാക്കും. അതല്ല, പ്രോബ്ലം ഉണ്ടാക്കുമെന്ന്. ഇതാ? എടോ കുഴപ്പം ഉണ്ടാക്കുമോ? ഏയ്, ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്നേ. ഉണ്ടാക്കില്ല. ആ. ഛോ, വെള്ളത്തിൽ രാഷ്ട്രീയം കളിച്ചിടന്ന മീനാണെന്ന് തോന്നുന്നു. തോലിന് നല്ല കട്ടി, ചൂടങ്ങോട്ട് ഏൽക്കുന്നില്ല. ആ, ഈ പറയെടുക്കലിന്റെ പരിപാടികൾക്ക് എങ്ങനെയാ കുഞ്ഞുണ്ണി? വളരെ എളുപ്പമാണ്. വെളുപ്പിനെ കുളിച്ച് കോടി മുണ്ട് കൊടുത്ത് അതിന്റെ മേൽ ചുവന്ന പട്ടും കെട്ടി ദേഹമാസകലം ഭസ്മവും പൂശി കാലി ചെലമ്പ് വിട്ട് വാളും കൈ പിടിച്ച് ഏറ്റവും മുമ്പേ നടക്കണം. തിരുമുറ്റം കുടുംബക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങി ദാനം മേടിക്കണം. ആ ദാനം കൊണ്ട് വേണം കുലദേവതയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കാൻ. ലേശം ബുദ്ധിമുട്ടുള്ള പണിയാ. ഈ കുടുംബ വീടെന്ന് പറയുന്നത് എത്ര കാണും? വളരെ കുറച്ചേ ഉള്ളൂ, 45. ഓ മൈ ഗോഡ്, ഇവിടൊക്കെ ഞാൻ തന്നെ നടന്നു പോണോ? അതും ജലപാനം പോലും ഇല്ലാണ്ട്. പാടം? പാടോ? അല്ല, ജലപാനം. ആ, പറയാം. പറയെടുപ്പ് കഴിയണവരെ ഒരു സാധനവും കഴിക്കാൻ പാടില്ല. എനിക്ക് കഴിക്കാട്ടോ. ആ, നടക്കില്ല. വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അമേരിക്കൻ ദൈവത്തെ പോലല്ല, ശക്തിയുള്ള ദേവിയാ. ഭക്തിയോടെ തൊഴുക. ദേവി മാം. വാള് വാങ്ങിക്കോളൂ, ദക്ഷിണ കൊടുക്കൂ. മേളം തുടങ്ങുക. മേളം. ഇനി പ്രദക്ഷിണം വെക്കാൻ വരിക. തൊഴുതോളൂ. ദേവി രക്ഷിക്കണേ. പ്രസാദം കൊടുക്കുക. ആനയ്ക്ക് കൊടുക്കാനാ? ആഹാ. കാലിന്റെ പണി കഴിഞ്ഞു കുഞ്ഞുണ്ണി. അമേരിക്കയിലെ മണ്ണല്ല ഇവിടെ, കല്ലും ഉണ്ടാവും. അതായി വേദന. സഹിക്കാം. ദേവിക്ക് വേണ്ടിയല്ലേ. ഇങ്ങോട്ട് പോകണം. സൂക്ഷിച്ചിറങ്ങ. അനുസരണയുള്ളോനാ. എന്താ ഒരു തണുപ്പം മട്ട? ക്ഷീണിച്ചുവോ? മേളം മുറുകട്ടെ. മുള്ളാവും. ഈ പ്രദേശത്തെ മുള്ളുകൾക്ക് നല്ല വിഷമുണ്ട്. ചിലപ്പോ അഴുക്കാൻ സാധ്യതയുണ്ടാവും. നാടൻ പഴ. വിളക്ക കൊണ്ട് മാറ്റി പിടിക്കുക. പൊള്ളി. നല്ല രുചി. നാടൻ പഴത്തിന്റെ ഗുണ. കുഞ്ഞുണ്ണി, ഒരു പഴം തരൂ. ദേവികോപം ഉണ്ടാവും. ജലപാനം പാടില്ല. ഇനി എത്ര വീടുണ്ട്? ചുരുങ്ങിയത് 20 വീടുണ്ടാവും. നെല്ല വേണം. അവരെ ഇതുവരെ കണ്ടില്ലല്ലോ. അവര് വരൂടോ, താൻ ഇവിടെ ഇരിക്കുക. അച്ഛന്റെ ജാതകദോഷം തീർക്കാൻ മകന്റെ ഉപവാസം. ചന്ദ്രു ഇപ്പൊ വാടിത്തളർന്നിട്ടുണ്ടാവും. ഇതുവരെ അവനിങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ആഹാരം ഉപേക്ഷിക്കണം, നല്ലതാ. എന്തും വിശ്വാസത്തോടെ ചെയ്താലേ ഫലം ഉണ്ടാവും. അവരെത്തി. ദേവി ഭഗവതി. അടുത്ത പറയെടുപ്പിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്താ?
അപ്പോഴേക്കും ഇതൊരു ശീലമായിക്കോളും. ഓ ഇതങ്ങോട്ട് ശീലമാക്കുള്ള പരിപാടിയല്ലേ? ആ കാലത്തോട്ട് തൊഴുക. ഛേ, അവിടെ അല്ല ഇവിടെ. ദാമുവേട്ടന്റെ വീടൊഴിച്ച് ബാക്കി എല്ലാ വീടും കയറി. അവരവിടെ ഇല്ല, വീട് പൂട്ടിയിട്ടിരിക്കുക. ആ സതി ഒരു ഇളനീരിങ്ങനെ എടുക്കുക. 2 എണ്ണം ആയിക്കോട്ടെ. എന്തിനാ 2 എണ്ണം? കുഞ്ഞിന് നല്ല ക്ഷീണമുണ്ടേ, ക്ഷീണം മാറണ്ടേ? പിന്നെ എനിക്കാണെന്ന് വിചാരിച്ചു. അല്ലല്ല, ഞാൻ ഒന്ന് കിടക്കട്ടെ. വാ മോനെ. അയ്യ. എങ്ങട്ടാ? അകത്തേക്ക്. താൻ തെക്കോശി എന്ന വിറക് കീറിയിടുക. ഇന്ന് തന്നെ വേണോ? വേണം. ഓ ഇനി അത് കീറിട്ട് അയാൾക്ക് പട്ടാട ഉണ്ടാക്കാൻ പോണം. എന്താ? കീറാൻ പോവാ. ആ കീറിക്കാന്ന ഇത്തിരി മഞ്ഞൾ അരച്ചു പുരട്ടിയ കൂട്ടത്തിൽ ഇത്തിരി മുളക് കൂടി ആയിക്കോട്ടെ. ചന്ദ്രു, എന്നെ കോലം കെട്ടിച്ച് നാട്ടുകാരുടെ മുമ്പ് നിർത്തിയിട്ട് എല്ലാരും നോക്കി ആസ്വദിക്കല്ലായിരുന്നു. നീ എന്തായി പറയണേ? ദേവിക്ക് ഇഷ്ടാകാത്ത സംസാരം വേണ്ടാട്ടോ. ഏതായാലും ഈ ദൈവത്തിന്റെ വേഷം കെട്ടിയുള്ള സുഖം എന്താണെന്ന് അറിയാൻ പറ്റി. പതുക്കെ, അമ്മാവൻ കേക്കണ്ട നിന്റെ ഈ വേണ്ടാത്ത കമന്റ്സ്. ഇളനീര്. ഓ എന്നെ വെള്ളം കുടിപ്പിക്കാനാണല്ലോ ഇവിടെ എല്ലാവർക്കും ധൃതി. നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടണേ? അമ്മേ പ്ലീസ് ലീവ് മീ അലോൺ പ്ലീസ്. നീ വാ മോളെ. കുഞ്ഞേ, ചന്ദ്ര കുഞ്ഞേ. താനായിരുന്നു? വേദനിച്ചോ? പിന്നില്ലേ. സാരമില്ല, 2 ദിവസം കഴിയുമ്പോ മാറിക്കൊള്ളു. ആ. പിന്നെ പൊട്ടിപ്പഴുത്താലേ പ്രശ്നമുള്ളൂ. കാല് മുറിച്ചു കളയേണ്ടി വരും. ഒറ്റ കീറ് വെച്ചാ അത് മതി. ഉണ്ടാവാണ്ടിരിക്കട്ടെ. കുഞ്ഞുണ്ണി ആ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. ആശുപത്രി പോണോ? അതല്ലെന്ന്, പിന്നെ ഒരു പൈന്റ് സംഘടിപ്പിച്ചു തരൂ. പാൻഡോ? അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതല്ലടോ, ആ, സ്മോൾ റമ്മ് റമ്മ്. ആ. അല്ല, അങ്ങനെങ്ങാനും അറിഞ്ഞാല് ആരും അറിയാണ്ട് കഴിക്കുന്നവരെ ഞാൻ ഏറ്റു. താൻ പോയിട്ട് വാ. ഓ, എന്തൊരു ശക്തിയായി ഈ ചെക്കന്. അമേരിക്കയിലെ ആഹാരമല്ലേ അമേരിക്ക. ഓയ് തണ്ണീർ തൊട്ടി തേടി വന്ന കണ്ണുകുട്ടി ഞാൻ, കണ്ണുകുട്ടി ഞാൻ. ഉണ്ട്. കുഞ്ഞുണ്ണി വന്നിട്ട് കുഞ്ഞുണ്ണിയോടൊന്ന് സംസാരിക്കാൻ പറ്റിയില്ല. വീട്ടിലെ വിശേഷങ്ങള് എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. അച്ഛനിപ്പോ മരിച്ചു. ഏ? അല്ല, മരിച്ചതുപോലെ ആയി. പിന്നെ കഷ്ടകാലം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ഫുൾ ടൈം കിടപ്പില്ല. നീ എന്താ നിന്ന് പരുങ്ങണേ? അല്ല, എനിക്ക് വയറിന് വല്ലാത്ത ഒന്ന് പറമ്പിൽ പോയാൽ കൊള്ളാം. ഓ ദൈവമേ, രക്ഷപ്പെട്ടു. ആ വയറിന് വേദനിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പറമ്പിലൊന്ന് പോകാന്ന് വിചാരിച്ചു. പകുതി വെള്ളം ആവാം. താങ്ക്സ്. സഹിക്കാൻ വയ്യ. വെളിക്കിറങ്ങണ കാണാൻ നിൽക്കുക. എന്താ ഇത്? വല്യപ്പാവിന്റെ കിഡ്നി. ഓക്കെ വാ. ഇങ്ങോട്ട്. പാസ്പോർട്ട് മിസ്സേ കാണിച്ചാൽ താൻ വരുള്ളൂ. വാടോ ഇങ്ങോട്ട്. വേണ്ട കുഞ്ഞേ, വാ കുഞ്ഞുണ്ണി, പേടിക്കാണ്ട്. വേണ്ട കുഞ്ഞേ. വരാനല്ലേ പറഞ്ഞത്? സർപ്പക്കാവിലിരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞ ഇത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലം അമേരിക്കയെ പോലും അറിയോ? സർപ്പകോപം എന്നൊക്കെ പറഞ്ഞ പിടിച്ച പിടികിട്ടാത്ത കാര്യങ്ങളാ കുഞ്ഞെ. അമേരിക്കക്കാരെ പോലാവും, വെള്ളപ്പാണ്ട് വരും. ഒന്ന് പോ കുഞ്ഞുണ്ണി. അമേരിക്കയിൽ വെച്ച് ഞാൻ പാമ്പ് സൂപ്പറെ കഴിച്ചിട്ടുള്ള 2 എണ്ണം വിട്ട് കഴിയുമ്പോ തന്റെ പേടിയൊക്കെ മാറും. എടുക്ക്. വേണ്ട കുഞ്ഞെ, പറയുന്ന കേക്കൂ. പറഞ്ഞാലോ ഒരു അനുസരണയില്ല. ഓ, എന്റെ നാഗരാജാവേ, വെള്ളം വെള്ളം. ഇന്ന് വെള്ളം വേണ്ട. ബിക്കോസ് ഐ എം വെരി ടയർഡ്. ഓ എന്റെ ദൈവം. ഓൺ ദ റോക്സ്. അതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഉള്ളവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവരെ ജീവിച്ചിരിപ്പുള്ളൂ. കുടിച്ചോ. ഓ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കുഞ്ഞെന്നെ കഴിച്ചോളൂ. കാലിന്റെ ഇടയിൽ എന്തോ എഴഞ്ഞല്ലോ കുഞ്ഞുണ്ണി. എന്ത് പറ്റി? കാലിന്റെ ഇടയിൽ എന്തോ എഴഞ്ഞെന്ന്. അയ്യോ, സർപ്പം 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 സർപ്പം. പരദേവതേ, വിഷം തീണ്ടി. ഏതാ വിഷം തീണ്ടി? എങ്ങനെ? കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. ചന്ദ്രകുഞ്ഞിനെ വിഷം തീണ്ടി. ചന്ദ്രകുഞ്ഞിനെ വിഷം തീണ്ടി.
ചന്ദ്രകുഞ്ഞിനെ വിഷം തീണ്ടി. എന്താ എന്താ അങ്ങനെ കാവിൽ വെച്ച് ചന്ദ്രകുഞ്ഞിനെ വിഷം തീണ്ടി. എന്നിട്ട് ചന്ദ്രു എവിടെ? കാവിലുണ്ട്. ഇപ്പൊ ബോധം കെട്ടിട്ടുണ്ടാവും. അയ്യോ, അങ്ങനെ ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുക. നിന്നെ കടിച്ചോ? എനിക്കൊന്നുമില്ല അമ്മേ, ഈ കുഞ്ഞുണ്ണി വെറുതെ പേടിച്ചതാ. അവിടെ കണ്ടോ ഞാൻ കൊല്ലുകയും ചെയ്തു. എന്തോ കാലിനിടയിലുണ്ടോ? എന്താ മോനെ ഈ കാട്ടിക്കൂട്ടണേ? കാവിലെ പാമ്പിനെ കൊല്ലേ? ദേവി, ഞാൻ എന്തൊക്കെയായി കാണണേ? പരീക്ഷണങ്ങൾ ഇനിയും തീർന്നില്ലാന്നുണ്ടോ? ആരൂഢം തടുത്ത പ്രശ്ന. ദൈവാധീനം തീരെ ഇല്ല. കുടികസ്ഥിത രാശീശൻ നിന്ന ഭാവം അനർത്ഥം. ഉടനെ പ്രതിവിധി വേണം. വൈകിയാൽ തറവാട്ടിലെ കുട്ടികൾക്ക് അതിന്റെ ദോഷം. ഗുളികന്റെ ഈ ഒരു സ്ഥിതിക്ക് എന്താ ഒരു കാരണം? അപമൃത്യു സംഭവിച്ച ഒരു ബ്രാഹ്മണ യുവതിയുടെ ശാപം കാണുന്നു. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. മക്കളെ കുറിച്ച് ഓർത്താണ് ഈ വിഷമം അല്ലേ? എനിക്കറിയാം. അവർക്ക് ശാപം ഏൽക്കാൻ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെയും നോവിച്ചിട്ടില്ലല്ലോ. വെറുതെ അതും ഇതും ആലോചിച്ച് അസുഖം വീണ്ടും വരുത്തി വെക്കണ്ട. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദീപം 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 ദീപം. ചന്ദ്രേട്ടാ, അയ്യോ എന്താ ഇത്? ചന്ദ്രേട്ടാ വിട്, ചന്ദ്രേട്ടാ. വീടില്ല. ഈശ്വരാ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് എന്തിനാ ഈശ്വരനെ വിളിക്കണേ? എന്താ എന്താ അവിടെ? എന്താ എന്ത് പറ്റി? ചന്ദ്രേട്ടന് പൊള്ളുന്ന പനി, എന്തൊക്കെയോ പിച്ചും പയ്യും പറയണു. ഒന്ന് നോക്കുക. എങ്ങനെയുണ്ട് ദേവി? സതി, എന്റെ കിറ്റിംഗ് എടുക്ക്. മരുന്നുകൾക്ക് തീർക്കാവുന്ന ദോഷങ്ങൾക്കൊരു പരിധിയുണ്ട്. ദുശകുനങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ കാണാൻ തുടങ്ങിയിരിക്കണം. പ്രശ്നത്തിൽ കണ്ട പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. സംശയമില്ല. ഓം സഹസ്രാരം ഓം ശ്രീ കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദജനവല്ലഭായ സ്വാഹ. ഓം സഹസ്രാരം കൃഷ്ണായ ഗോവിന്ദായ ജനവല്ലഭായ സ്വാഹ. ഓം സഹസ്രായ ഗോവിന്ദജനവല്ലഭായ സ്വാഹ. ഓം സഹസ്രാരം ഓം ശ്രീ കൃഷ്ണായ ഗോവിന്ദജനവല്ലഭായ സ്വാഹ. ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദജനവല്ലഭായ സ്വാഹ. ഓം സഹസ്രാരം ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദായ സ്വാഹ. ഓം ഹ്രീം 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 ക്ലീം ഓം സഹസ്രാരം ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ സ്വാഹ. ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദജനവല്ലഭായ സ്വാഹ. ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ സ്വാഹ. ഓം സഹസ്രാരം ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ സ്വാഹ. ഓം ഹ്രീം ജ്വാലജ്വലി ഓം ഹ്രീം ജ്വാല.
അഭിരാമേ, അഭിരാമേ, ആ കുട്ടിയുടെ അങ്കിള് കാണാൻ വന്നിരിക്കുന്നു, എഴുന്നേൽക്കാൻ പറയൂ. അഭി, അഭി എഴുന്നേക്ക്. ഹലോ സാറേ, എഴുന്നേക്ക്. എന്തൊരു ഉറക്കായത്? ദേ, നിന്റെ അങ്കിള് കാണാൻ വന്നിരിക്കുന്നു. ഇന്നേക്കിപ്പോ വന്നിട്ട് 7 ദിവസമായല്ലേ അച്ഛാ? എന്റെ മനസ്സിൽ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ അച്ഛൻ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അച്ഛന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം, അച്ഛൻ എന്താ പറ്റിയത്? അവിടെ എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഒന്നുമില്ല, വെറുതെ നിന്റെ സംസാരം കേട്ട് നിൽക്കായിരുന്നു. അല്ല, വേറെ എന്തോ ഉണ്ട്. ഇല്ല ഉണ്ട്, വാ. നീ ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ട്, ചായങ്ങളും ഉടുപ്പുകളും ഒക്കെ. ഞാൻ അച്ഛനൊരു ഭാരമാണെന്ന് തോന്നുന്നുണ്ടോ? വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. നിനക്കിവിടെ സുഖല്ലേ? ഞാൻ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. വൈകണ്ട, പോകാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാ അച്ഛാ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ അമ്മയെ സ്വപ്നം കണ്ടു. ദാ ഇത് കെട്ടിക്കോളൂ, ദുസ്വപ്നങ്ങളൊന്നും കാണില്ല. എന്റെ സ്വപ്നങ്ങളിൽ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ദുസ്വപ്നാവുക? ഞാൻ കെട്ടിക്കോളാം. വരൂ, പോകാം. ഇവിടെ വെച്ച് തന്നെ യാത്ര പറയാം. അവിടെ ചെന്ന അങ്കിളിനോടല്ലേ യാത്ര പറയേണ്ടി വരിക, അച്ഛനോടാവില്ലല്ലോ. Yes, Shana here. Who is that? When did you come from Dubai? Everything is ready here. No problem. Excuse me. 1 minute. Hello. No. ஹலோ, யாரு? வடிவேலுவா? எப்படி இருக்க? சௌக்கியமா? ஆமா, இங்க எல்லாம் ரெடியா இருக்கு. நீங்க ஒண்ணுமே பயப்பட வேண்டாம். சொன்ன டேட்டில் லேஅவுட் அங்கே கிடைக்கும். கொஞ்சம் இருங்க சார், இந்த பைத்தியக்கார பசங்க உங்களே இல்லை சார், இங்கே வேற ஃபோன் வந்தது, ஏதோ வந்து அதனால தான். हेलो, ओ पटलाल भाई, क्या है भाई, कैसा है? अच्छा अच्छा, क्या 3000 रुपया? जी हाँ, नहीं नहीं, घबराओ मत. 1 मिनट, रुकावट के लिए कैद है. ഹലോ, എവിടെ തനിക്ക് ഞാനല്ലോടോ ഇന്നലെ പെയിന്റ് വാങ്ങാൻ പൈസ തന്നത്? തനിക്ക് അല്ലാതെ പെയിന്റിൽ കുളിക്കാൻ കൊടുക്കാണോ? പറ്റില്ല, മുതലാളി നേരിട്ട് പറയാൻ കൊടുത്താൽ മതി. ഗുൽമാൽ പണ്ടാരം. ഹലോ ഹലോ ഹലോ, എല്ലാവർക്കും ചാകാൻ കൊടുത്തോ? കള്ളന്മാർ, മടിയന്മാർ. എടോ, താടിയിൽ പിടിച്ച് അധികം വലിക്കല്ലേ, റോമം പറഞ്ഞ് കയ്യിൽ പോറും. താടിയും വളർത്തി ജുബയും ഇട്ട് ഇങ്ങനെ നടന്നാൽ പോരാ. ചെയ്യുന്ന പണിയിൽ കുറച്ചെങ്കിലും ശ്രദ്ധ വേണം, ശ്രദ്ധ. ഏറ്റവും കുറച്ചാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിലും കുറച്ചെന്ത് ശ്രദ്ധിക്കാൻ?
പട്ടിണിയുടെ നിറം എന്താണെന്ന് ഷേണായിക്ക് അറിയാമോ? നിറം ഏതായാലും മണം ഒന്നേ ഉള്ളൂ, കുടൽ കത്തല മണം. വൈകുന്നേരത്തിന് മുമ്പ് ഈ ടൈപ്പ് എഴുതി തീർത്തില്ലെങ്കിൽ പട്ടിണിയുടെ നിറം മാത്രമല്ല, ശവപ്പെട്ടിയുടെ നിറം കൂടി നിങ്ങൾ കാണേണ്ടി വരും. പണ്ടാരം ആ അവിടെയുണ്ടായി. കണ്ണിൽ നോക്കിയിരിക്കുകയാണല്ലേ, വായിൽ നോക്കിയിരിക്കല്ലോ. ഇരുന്നോ, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരുന്നോ. എടോ കുട്ടി, ഇത് അടുത്ത ജന്മം കൊടുത്താൽ പോരാ, നാളെ രാവിലെ തന്നെ ശിവകാശിക്ക് പോസ്റ്റ് ചെയ്യണം. ഹേയ്, ഒരെണ്ണം ശരിയാവൂല. എന്നാ ഷേണായി തന്നെ തീർക്ക്, അതാ നല്ലത്. കുട്ടി കുട്ടി കുട്ടി, ഞാൻ വെറുതെ പറയാൻ കുറച്ചതാണ്. അതിനിങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം എന്താണ്? നമ്മൾക്ക് തലയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താണോ ഇത്? വർക്ക് സ്ലോ ആണെന്ന് പറഞ്ഞതിന് കുട്ടി വെറുതെ ദേഷ്യപ്പെട്ട്. അപ്പൊ ആ റെയിൻബോയുടെ ലേഔട്ട് തീർന്നിട്ടില്ലേ? ഇല്ല. താൻ എന്തിനാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടാൻ പോയത്? അതിന്റെ നേച്ചർ തനിക്ക് അറിഞ്ഞൂടെ? നെയ്ച്ചോറോ? എങ്ങനെയെങ്കിലും സ്ഥാപനം ഒന്ന് കെട്ടിപ്പോക്കി കൊണ്ടുവരാന്ന് വെച്ചാ സമ്മതിക്കില്ല. ആര്? ആൾക്കാർ. അല്ല, താൻ പെറുക്കി വെക്കണോ? അല്ല, വേറെ ആൾക്കാരെ കൊണ്ട് പെറുക്കി പെറുക്കി വെക്കാനാ പറഞ്ഞു. കൊള്ളസ്വാമി, എടുത്തു വെക്ക്, പെറുക്കി വെക്ക്, എടുത്തു വെക്ക്, പെറുക്കി വെക്ക്. ഇത് തന്നെ നമ്മളുടെ പണി, പണ്ടാറവടങ്ങാൻ. സാർ, കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. പാർക്ക് ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ പാർക്ക് ചെയ്യാൻ പിന്നെ പാടില്ല. എവിടെ പാർക്ക് ചെയ്യും? അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം. എടോ, ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പറ്റില്ല, എടുത്തോളാം. അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം മിസ്റ്റർ. ഇവനൊക്കെ ആ തൊപ്പിങ്ങോട് മാറ്റോ, തന്റെ തലേ പാർക്ക് ചെയ്ത് തരാം ഞാൻ. ഞാൻ തന്നെ ഷേണായിയെ പോലുള്ള ഒരാളുടെ വാക്ക് കേട്ട് അഭി ഇങ്ങനെ പെരുമാറുന്നതിലാണ് എനിക്ക് വിഷമം. പ്ലീസ് വരൂ, പോവാ. അയ്യോ, അപ്പൊ വരുമല്ലേ? അഭിരാമിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സോ മൂഡോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഴുതയാണ് അയാൾ. പുസ്തകം വെക്ക്. ഇല്ല, പിടിച്ചോ. അയാൾ പറയുന്ന മണ്ടത്തരം കേട്ട് വർക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിന്റെ ഒക്കെ വിഷമം ആർക്കാ? എനിക്ക് മാത്രം. അഭി, കഴിഞ്ഞ പ്രാവശ്യം വിവാൾഡിക്ക് വേണ്ടി അഭി ചെയ്ത വർക്ക് അത്രക്ക് ഇംപ്രസീവ് ആയതുകൊണ്ടാണ് അവരുടെ എല്ലാ ഓർഡറും നമുക്ക് തന്നെ കിട്ടിയത്. അതുകൊണ്ട് ഈ വർക്കും അഭി തന്നെ ചെയ്യണം. ഞാൻ വരാം, റോയ് പൊയ്ക്കോളൂ. അയ്യോ, അത് പറ്റില്ല. അഭി ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ആ ഷേണായുടെ മുമ്പിൽ ഞാൻ അങ്ങ് കൊച്ചാവും. റോയ് എന്തിനാ കൊച്ചാവുന്നേ? യു ആർ ദ പ്രൊപ്പറേറ്റർ, യു ആർ ദ ഡയറക്ടർ ആൻഡ് യു ആർ ദ സോൾ അതോറിറ്റി ഓഫ് എവരിതിങ്. Then for what? I am not a professional artist. I am not a genius. Nothing. Then for what? സോറി. അല്ല, ഞാനല്ല ഇത്. അഭി പറഞ്ഞത് നേരാ. ഞാൻ തന്നെയാണ് പ്രൊപ്പറേറ്ററും ഡയറക്ടറും എല്ലാം. അതുകൊണ്ടാണല്ലോ എന്റെ കഷ്ടപ്പാടും. ഈ പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ലോൺ തിരിച്ചടക്കേണ്ട അവസാന തീയതി ഈ മാസം 15. പറഞ്ഞ ദിവസം ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. വല്ല ബാങ്കിൽ നിന്നോ മറ്റോ ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് കുരിശുമുത്തി കുഞ്ഞീശോന്റെ കയ്യിൽ നിന്ന് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കണ്ണി ചോരല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. വേറെ ആരുമല്ല, എന്റെ തന്തപ്പടി തന്നെ. അതുകൊണ്ട് വർക്കുകൾ പെൻഡിങ് ആയി ഞാൻ ആകെ കുഴയും. എനിക്കിപ്പോ എന്തായാലും പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്താ മിസ്റ്റർ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു മൂന്നാമന്റെ ആവശ്യമില്ല. ഇത് പ്രശ്നം പേഴ്സണല്ല. ഇതുപോലുള്ളവരെ കൊണ്ട് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഐ എം ദ പ്രൊപ്പറേറ്റർ ഓഫ് മാഗ്ന അഡ്വർടൈസിംഗ് കമ്പനി. മനസ്സിലായോ? അഭിരാമി, താൻ ആരായ ഞങ്ങൾക്ക് ഉണ്ടാവൂ? നിങ്ങൾ ആരാ? സഹോദരിമാർക്ക് കാവൽ നിൽക്കാൻ വന്ന ബ്ലാക്ക് കാറ്റ്സോ? ദേ, ആളും തരം അറിയാതെ ഹീറോ കളിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, എന്നെ പോലുള്ളവർക്ക് വില്ലൻ കളിക്കേണ്ടി വരും. എന്താ ഇവിടെ? താൻ കാർ അവിടെ പാർക്ക്, ഇവിടെ പാർക്ക്, എവിടെ പാർക്ക് എന്ന് പറഞ്ഞാൽ മതി. മറ. അതെ, കുഞ്ഞീശോ തന്നെ. എന്താ സംശയമുണ്ടോ? അല്ല, പേര് മാറ്റണമെങ്കിൽ മാറ്റാം, വേണ്ട അല്ലേ? ഒന്ന് പറഞ്ഞ് തോലക്കട പെണ്ണാക്കേ. എന്നെ ഒറ്റ കൊടുക്കാൻ എന്നോട് തന്നെ വെള്ളിക്കാശ് ചോദിക്കണോ? അടിച്ച് പൊളിക്കട അവനെ. മതി, അത് മതി. പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കണ്ട. എന്റെ ടെലിഫോൺ ബില്ല് അടയ്ക്കാനേ ഞാൻ തറവാട് വെക്കേണ്ടി വരും. വെക്കട പെണ്ണാക്കേ ഫോൺ. തേങ്ങാക്കൊല. ഒരു മനുഷ്യൻ നന്നാവാന്ന് വെച്ചാ ഒരുത്തനും സമ്മതിക്കില്ല. ഞാനിതൊക്കെ ആരോടായി പറയണേ? ആര് കേക്കാൻ? അപ്പം കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പൂരം തന്നെ. പോത്ത് പോലെ 2 ആമക്കളുണ്ടായിട്ട് എന്താ കാര്യം? ഒരുത്തൻ കല്യാണം കഴിച്ചവരോടി അവന്റെ ആഫീസ് കൂട്ടി. ഇന്നെന്തെങ്കിലും കാണി ശരിയല്ല. ഓ, ഇത്തിരി പ്രഷർ കൂടുതലാന്ന് തോന്നുന്നു.
എന്താ കാലത്ത് തന്നെ പിള്ളേരുമായി? ഏയ് ഒന്നുമില്ല, മനസ്സിലെ വിഷമങ്ങൾ ഓരോന്ന് പറയാറുന്നു. നമ്മുടെ കഷ്ടപ്പാടൊക്കെ അവരോട് പറഞ്ഞിട്ട് എന്തിനാ, വെറുതെ അവരെ കൂടെ വിഷമിപ്പിക്കാന്നല്ലാണ്ട്. പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വന്ന് കാപ്പിടിക്കാൻ പറയടി നിന്റെ ചേട്ടന്മാരോട്. റോയ് ഇവിടെ ഉണ്ട്. ആരാ? ഞാൻ അഭിരാമി, റോയുടെ ഓഫീസിൽ. ഓ അറിയാം, ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. വരൂ, ഇരിക്ക്, ഞാൻ വിളിക്കാം. സോറി, ഇന്നലെ ഞാൻ. ഓ, അതൊന്നും സാരമില്ല. ഇന്നലെ എനിക്ക് ശരിക്ക് ദേഷ്യം വന്നെങ്കിലും ഇപ്പൊ അതൊക്കെ മാറി. കൊള്ളാം, നൈസ് വർക്ക്. താങ്ക്സ് എ ലോട്ട്. അമ്മച്ചി, ഇങ്ങ വന്നേ. ഇതാരാന്ന് മനസ്സിലായോ? അഭിരാമി. അത് തന്നെയാണ്. ഇവൻ എപ്പോഴും പറയാ അഭിരാമിയെ കുറിച്ച്. കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല പരിചയാ. നീ പറയുമ്പോഴൊക്കെ മനസ്സിൽ വന്നിരുന്ന അതേ മാതിരിയുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, അത് പറ്റില്ല. കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അയ്യോ, വിളിച്ചു നിൽക്കാതെ എല്ലാരും വിളിക്കടാ. വാ മോളെ. ഒരു ഇടിയപ്പം കൂടി താ എന്റെ പൊന്നു മറിയേ. ഇത് മാത്രം കഴിച്ചാൽ ഞാൻ വിശന്ന് ചത്തുവും. ഈ കുട്ടി വന്നതോർ മാണിച്ച് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് താ മറിയേ. ഇനി ചോദിക്കണ്ട, തരില്ല. മോളൊന്നുകൂടെ കഴിക്കും. വേണ്ടമ്മേ, വെറുതെ വേസ്റ്റ് ആക്കണ്ട, ഇങ്ങോട്ട് വന്നേക്ക്. പേടിക്കണ്ട, ഇന്ന് അമ്മയുടെ പാചക. എന്റെ ഭാര്യയുടെ പാചകമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. ഞാൻ ഹോം സയൻസിലെ റാങ്ക് ഹോൾഡറാ, അത് മറക്കണ്ട. ഓ, അതുകൊണ്ടാ പേടിയെന്ന് പറഞ്ഞ്. ആര് പാചകം ചെയ്താലും പിന്നെ ചേട്ടന്റെ പ്രശ്നമില്ല. സ്ഥിരം കോട്ടയാ. 20 ദോശ, 10 ഇഡലി, 5 ഏത്തപ്പഴം. ഭക്ഷണം കഴിക്കുമ്പോ എണ്ണം പറിച്ചില്. നീ കഴിച്ചോടാ ജോസൂട്ടി. കഴിച്ചോ, ക്ഷീണം അങ്ങ് മാറട്ടെ. ചുമ്മാതിരി. മോൾ എന്താ ഒന്നും കഴിക്കാത്ത? കഴിക്കാൻ പറ്റുന്ന പ്രായത്തിൽ വല്ലതും കഴിച്ച എന്റെ മോള്. ഇല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് വെള്ളം ഇറക്കി പാവയ്ക്ക് ജ്യൂസ് കുടിക്കണ എന്റെ ഗതിയാവും. അയ്യോ. ഈ അമ്മൂമ്മ രാവിലെ ഇവിടെ കണ്ടില്ലല്ലോ. ഇതാരാ? തട്ടിപ്പോയ വല്ല പാർട്ടിയാണോ? നോ കമന്റ്സ്. അയ്യോ, സാറിന്ന് വല്ലാത്തൊരു മൂഡിലാണല്ലോ. ആരാ അഭേത്? അമ്മ.
അഴലിന്റെ സാമ്രാജ്യം വാഴാൻ വന്നൊരു സീതാദേവിയോ നീയാരോ അഴലിന്റെ സാമ്രാജ്യം വാഴാൻ വന്നൊരു സീതാദേവിയോ നീയാരോ വേർപിരിയാതെ പിരിയുന്നു യാമം മെല്ലെ എരിയുന്നു മൺചിരാകും നീയില്ലാതെ ഞാനില്ല മണ്ണിൽ വാടാമലരെ വിടരാനുറങ്ങ് കണ്ണീർ കുമ്പിളിൽ നീരാടാൻ തിങ്കൾ കിടവേ വായോ ഇന്നെന്റെ കുഞ്ഞിന് പഞ്ചാരയുമ്മയും താലാട്ടുമായി വാ പൂങ്കാറ്റേ ഓലോലം മണിക്കാറ്റേ എന്താ ഇത്? ഇവിടെ ഒന്നും തെങ്ങ് കാണുന്നില്ലല്ലോ. ഞാനിട്ടതാ. തെങ്ങുമേ കയറേണ്ട പ്രായം കഴിഞ്ഞല്ലോ തള്ളേ. നീ ഇത് വേഗം പൊളിച്ച് അടുക്കളയെ കൊണ്ടുത്താ. അമേരിക്കന്ന് വന്നവർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാനാ. ജീവിതം സുഖാക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്ന് ഇപ്പൊ ജീവിതം ദുരിതയായി. എപ്പൊ നോക്കിയാലും ജോലി ജോലി ജോലി, പായസം വെക്കാൻ പോലും. അതെ വന്നു. വല്യമ്മാവൻ പറഞ്ഞു എനിക്കൊരു മാംഗോ പൊട്ടിച്ചേരാൻ. മാങ്ങോ? പൂച്ചയെ? പൂച്ചയല്ല, മാങ്ങ. മാംഗോ. മാംഗോ. ഇക്കണക്കിന് ചക്കയ്ക്ക് ചാങ്കോന്നും തേങ്ങയ്ക്ക് തേങ്കോന്നും പറയേണ്ടി വരുമല്ലോ. ഇംഗ്ലീഷുകാരുടെ ഒരു ഏർപ്പാട്. ഒന്ന് പറിച്ചതാ അങ്കിൾ പ്ലീസ്. ഞാൻ ഈ ജോലിയും ചെയ്ത് കഴിയട്ടെ. വരൂ അങ്കിൾ പ്ലീസ്. മാങ്ങ പറിച്ചു തരാൻ ഹനുമാനോട് പറ. അയാൾക്കാവുമ്പോ അള്ളി പിടിച്ച് കയറാൻ പറ്റും. ആരേ ഹനുമാൻ? ഈ വീട്ടിലിരുന്ന് മുറുക്കി ഒരു പണിയും ചെയ്യാണ്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണ ഒരാളല്ലേ കുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ജീവി. വല്യമ്മാവനോ? അതന്നെ, മഹാഭാരതത്തിലെ ഹസ്തിനപുരിയിലെ ഹനുമാന്റെ അനിയൻ. സംശയന്റെ കുട്ടി പോയി ചോദിച്ചോളൂ. ഞാൻ പോയി ചോദിക്കും. കാവേരി കാലുവാരി. ആ തെച്ചിമറ്റത്തെ കേശുട്ടിക്ക് നമ്മുടെ കിഴക്കേ തൊടിയിലൊരു കണ്ണുണ്ട്. അവൻ ഇന്നലെ വന്നിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതൊക്കെ ഏട്ടന്റെ യുക്തം പോലെ ചെയ്താൽ മതി. വല്യമ്മാവ, അതെ മാങ്ങ. അതെ മാങ്ങ അല്ല, കുഞ്ഞിനുള്ള മാങ്ങ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. എനിക്ക് മാങ്ങ വേണ്ട, ആദ്യം ഇത് പറയാം. വല്യമ്മാന്റെ പേര് ഹനുമാൻ എന്നാ? മോളോട് കാര്യം പറഞ്ഞു. വല്യമ്മാമ്മയുടെ പേര് ഉപേന്ദ്രവർമ്മ എന്നാ. അതെ അതെ. ചുമ്മാ. എന്നിട്ട് കുഞ്ഞുണ്ണിയങ്ങൾ പറഞ്ഞല്ലോ മഹാഭാരതം കഥയിലെ ഹനുമാനെ പോലെയാ വല്യമ്മാമാന്ന്. മഹാഭാരതം കഥ കുഞ്ഞിനോട് പറഞ്ഞപ്പം ഹനുമാൻ ചേട്ടന്റെ കാര്യം മറഞ്ഞുപോയി. ഹനുമാൻ കുഞ്ഞുണ്ണി ഹസ്തിനപുരിയിലെ ഹനുമാനും ഒരാളും കിഷ്കിന്ധയിൽ ഇനി മാങ്ങ പറിച്ചതാങ്കൾ. ഇങ്ങോട്ട് വരൂ. തനിക്ക് ടൗണിൽ പോണെന്ന് പറഞ്ഞതെന്നാ? എന്തോ മീറ്റിങ്ങോ മറ്റോ? 12th 13th സെമിനാർ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. വക്കീൽ ഒന്ന് ഉത്സവത്തിന് വിളിച്ചിട്ടുണ്ട്. ചെന്നില്ലെങ്കിൽ വഴക്കാവും. ഏട്ടനും സാവിത്രിയും കുട്ടികളും കൂടെ പോയാ മതി. നോക്കാം. കുശിലാൻകുട്ടി പെൺകുട്ടി ഒളിക്കി പോച്ച് എന്റെ കഴുത്ത്. സാറെന്താണ് താമസിച്ചത്? ഞാൻ ആ JJ എക്സ്പോർട്സിന്റെ MD ഒന്ന് കാണാൻ പോയിരുന്നു. എന്നിട്ട് ഓർഡർ കിട്ടിയോ? അത് പിന്നെ ഓർഡർ പിടിക്കാതെ ഞാൻ വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അട്ടെ, ഇന്നത്തെ വർക്കുകളൊക്കെ എങ്ങനെയുണ്ട്? പതിവ് പോലെയൊക്കെ തന്നെ. അഭിരാമി വന്നില്ലേ? വന്നിരുന്നോ? ആ ബേബി ഫുഡിന്റെ വർക്ക് തീർത്തോ? അതിനോടുള്ള സംസാരം നമ്മൾ എപ്പോഴേ നിർത്തി. എന്തൊക്കെ ഇരുന്ന് കുത്തി വടക്കണ കണ്ടു. ഇന്ന് തന്നെ തീർക്കണമെന്ന് താൻ പറഞ്ഞില്ലേ? നമ്മൾ അടുത്ത് ചെന്നപ്പോൾ തുറച്ചോർന്നോട്ടം. പിന്നെ നമ്മൾ നിന്നില്ല. വെറുതെ മൂടോട്ടക്കണ്ടെന്ന് കരുതി. ഇതുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മെരുക്കെടുക്കാനുള്ള ഒരു പാട്. ഒരിക്കലല്ലേ ആ കുട്ടി എന്നെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എത്ര കൃത്യമായിട്ടാ വരച്ചിരിക്കണേ. നോട്ടെ, ഈ കലാകാരന്മാരൊരു കഴിവേ. വേറോനിക്ക് നമ്മുടെ കർത്താവിന്റെ തിരുമുഖം ഒപ്പിയെടുത്തേക്കണ പോലെ ഒപ്പിങ്ങെടുത്തേക്കല്ലേ. ഇതിനൊരുപാട് ചെലവ് വരുമോ? ഏയ്, എന്നാ നമ്മുടെ രണ്ടുപേരുടെയും പാടെ അഭിരാമി കൂടെ വരപ്പിക്കാം. അതിനെന്താ വരപ്പിക്കാം. പക്ഷെ 4 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ വെറുതെ ഇരുന്ന് കൊടുക്കേണ്ടി വരും. അയ്യോ, അന്നം മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മളില്ലേ. നമ്മുടെ ഒരു ഫാമിലി പെയിന്റിംഗ് വരച്ചു തരാൻ പറയാ വായിച്ചാ. അതിന് 4 ദിവസം ഇരുന്ന് കൊടുക്കണോ? അത് വേണ്ടി വരും. എന്നാ തരക്കേടില്ല. 4 ദിവസത്തെ ഞമ്മത്തിന്റെ കാശ് ലാഭം. പക്ഷെ ഫാമിലി പെയിന്റിംഗ് ഇത്ര നന്നാവണമെന്നില്ല. ഇത് അമ്മച്ചിയുടെ മുഖം അഭിരാമിയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാ. എനിക്കും ആ കുട്ടിയെ വളരെ ഇഷ്ടപ്പെട്ടു.
മേ ഐ കമിൻ സർ? യെസ്. സർ, നാളെ ലേറ്റായി വന്നത് മനഃപൂർവ്വമല്ല. അതല്ല ഷെണായി. ഓ, മറ്റേ മറന്നില്ല കാര്യം. അത് കാലത്ത് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 2:45 മണിക്ക് എഴുന്നേറ്റ് നെറുകയിൽ തിരമി കുളത്തിൽ മുങ്ങാൻ കൊടുക്കണം എന്നാണ് വൈദ്യർ പറഞ്ഞത്. ആർക്കാണ് അസുഖം? ഓ, സാറിനാണോ? എങ്കിൽ വെളുപ്പിന് 2:45 മണി എന്നുള്ളത് കാലത്ത് 2:45 മണിയായാലും കുഴപ്പമില്ലല്ലോ. അതൊന്നും പറയാനല്ല ഷെണായി ഇപ്പൊ വിളിപ്പിച്ചത്. ഞാൻ സാറിന് തരാനുള്ള പണത്തിന്റെ കാര്യമാണോ? അത് 5 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നു തീർക്കാം സാർ. താൻ അതെനിക്ക് തന്നില്ലെങ്കിലും വിരോധമില്ല. ഉപകാരം. അഭിരാമിയെ പാവം, നല്ല കുട്ടിയാണ്, നല്ല അഹങ്കാരമുണ്ട്. താൻ ആ കുട്ടി ഒന്നിങ്ങോട്ട് വിളിച്ചേ. പോരാത്തതിന് നല്ല എടുത്തുചാട്ടവും ഉണ്ട്. ആ കുട്ടി ഇങ്ങോട്ട് വിളിക്കണോ? വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിരാമി, അരെ അഭിരാമി. അഭിരാമി ഇരിക്കൂ പ്ലീസ്. ഞാൻ വിളിപ്പിച്ചത് വളരെ വ്യത്യസ്തമായൊരു വർക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താ അത് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. അതെന്തിനാ? അത് ഈ വർക്കിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് കാറ്റും മരങ്ങളും പൂക്കളും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അതുകൊണ്ടാ. ഓക്കെ. എന്തോ വർക്കിന്റെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അല്ല, ഒന്നുമില്ല. ഈ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷ്വൽ, അത് ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് അഭിരാമിയോടൊന്നു പറയാമെന്ന് കരുതി. ഇതുപോലൊരു ബീച്ച്, ഒരു സന്ധ്യ, കുങ്കുമത്തിൻ്റെ നിറമുള്ള സന്ധ്യ. അവിടെ കരയിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകൾ. ആ സന്ധ്യയിൽ നമ്മളെപ്പോലെ 2 പേർ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സ്ത്രീയും ഒരു പുരുഷനും. ദാ ഇപ്പോൾ ഉള്ളതുപോലെ വളരെ റൊമാൻറ്റിക്കായ ഇളം കാറ്റ്, കാറ്റിൽ പറക്കുന്ന മുടി ഒതുക്കി വെക്കാൻ പാടുപെടുന്ന പെൺകുട്ടി, കൂടണയാൻ ആഞ്ഞു പറക്കുന്ന 2 ഇണപ്പക്ഷികൾ. ഇത് കാണാതെ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതുപോലെ ഉണ്ടല്ലോ. ഞാനോ? ഏയ്, എന്റെ മനസ്സിൽ തോന്നിയത് അങ്ങ് പറഞ്ഞെന്ന് മാത്രം. ഇതിന്റെ ക്ലൈമാക്സ് എന്താ? അത് ഈ ചിത്രത്തിന് നല്ലൊരു ക്യാപ്ഷൻ വേണം. എനിക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ്. റോയ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. റോയെ പോലെ തന്നെ എന്റെ പ്രായത്തിലുള്ള ഏതൊരു പെൺകുട്ടിയുടെ മനസ്സിലും ഈ പറഞ്ഞ സന്ധ്യയും അസ്തമയ സൂര്യനും അത് നോക്കി കൈകോർത്ത് നിൽക്കുന്ന സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്റെ മനസ്സിലില്ല. സത്യം. ഒരു പ്രേമം, പിന്നൊരു വിവാഹം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പക്ഷെ ഞാൻ റോയ് എന്റെ ഫ്രണ്ടാണ്. എന്റെ ഈഗോയും കുറവുകളും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല ഫ്രണ്ട്. അത് മതി. I invite Dr. Verma to explain his research work. As we all know, Dr. Verma invented the wonder formula that prevents insulin-dependent diabetes mellitus. Dr. Verma, we Indians are proud of you. Dr. Verma. Researchers all over the world have been working to find out a drug that would help people with insulin-dependent diabetes. Right from the beginning, I had a feeling that I was destined to be the first to reach the goal. You can imagine the years of hard work and sleepless nights that one has to pass through before a formula like that would emerge. I can't explain in words my feelings of joy and surprise at the moment of invention. The ultimate goal for those who care for people with insulin-dependent diabetes is prevention,
This seemed പത്രത്തിൽ ഫോട്ടോയും വാർത്തയും കണ്ടു. വരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. അവിടെ വെച്ച് ഞാൻ അവനെ കണ്ടു. ഒരു ഭീഷണിയുടെ ഭാവമായിരുന്നു അപ്പോഴവന്റെ മുഖത്ത്. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിന്നെ അവൻ കരുവാക്കും. ഡോക്ടർ വർമ്മയുടെ തെറ്റിന്റെ കഥ. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം തകർക്കാൻ അത് മാത്രം മതി. അച്ഛൻ സ്വാർത്ഥനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? ഇല്ല, അച്ഛന് പ്രിയപ്പെട്ടവരില് ഞാനും ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഇല്ല, അച്ഛനൊന്നും സംഭവിക്കില്ല. അവനിപ്പോഴും നിന്നെ കാണാൻ വരാറുണ്ടോ? ഇല്ല, ഫോറിനേഴ്സിനെയും കൊണ്ട് ഹൗസ് ബോട്ടുമായി ഈ വഴി വരുമ്പോ വന്നിട്ട് പോവും. പാതി ബോധത്തിലാ വരിക. പഴയ കഥകളൊക്കെ പലവട്ടം പറയും. കിട്ടാനുള്ള വിഹിതം കിട്ടിക്കഴിഞ്ഞാ പിന്നെ നിൽക്കില്ല. ഇനി ഇവിടെ കുറച്ചു ദിവസം കാണും. Time is now, when all things move into place. Soon enough, you shall discover all humanity is one race. Peace in the nation of human. Peace in the nation of human. Peace in the nation. 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 ഈ ചിത്രത്തിന്റെ അർത്ഥം മനസ്സിലായോ? അത് ഈ മനസ്സിന്റെ അഗാധതയിൽ നിന്നും വരുന്ന ഒരു വേദനയുടെ പുഞ്ചിരി. അതാ. വെരി നൈസ്. അഭിരാമിയുടെ പെയിന്റിങ്സാ. ഞാൻ പരിചയപ്പെടുത്താം. അഭിരാമി, ഒരു മിനിറ്റ്. ശരി. അഭിരാമി. ഹലോ. ഹലോ. ചിത്രങ്ങൾ മനോഹരമായിരിക്കുന്നു. ജീവനുള്ള ചിത്രങ്ങൾ. താങ്ക്സ്. ഇതിലെല്ലാം വിഷാദഭാവങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ. അഭിനന്ദനങ്ങളും സമ്മാനങ്ങളും കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അപ്പോ മറ്റെല്ലാം അവർക്ക് മറക്കാം. പക്ഷേ വിഷ്ണുവിന് മറക്കാനാവില്ല പലയതൊന്നും. ചെയ്ത തെറ്റിൽ നിന്ന് തപ്പിക്കാൻ യാരോ ചൊല്ലിക്കൊടുത്ത പരിഹാരം. അതാണ് നിന്റെ അപ്പ നിന്നോട് കാട്ടണ അൻപും നാട്യവും എല്ലാം. തീരില്ല, അതുകൊണ്ടൊന്നും തീരില്ല. എന്റെ അക്കാവിടെ തരില്ലേ? My sister, your mom. അവരുടെ കണ്ണീര് ഒരിക്കലും അയക്ക് നിമ്മതി കൊടുക്കില്ല. അച്ഛനെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാ. Shut up, you. ജീവിച്ചിരിക്കുമ്പോ പടിയടച്ച് പിണ്ടം വെച്ചു ഉന്നയുടെ അമ്മാവെ സ്നേഹിച്ചു എന്ന് കുറ്റം. കാമുകൻ ഓർമ്മയ്ക്കായി സമ്മാനിച്ചിട്ട് പോയത് മറച്ചു വെക്കാനാവാതെ വന്നപ്പോ സഹിച്ചു. എല്ലാം നിനക്ക് വേണ്ടി. ഒരു അനാഥ പ്രേതമായി ഏതോ സർക്കാർ ആശുപത്രി കിടന്ന് മരിച്ചപ്പോ ഉണ്ടായിരുന്നില്ല ആരും. പടി നിനക്കിപ്പോ അന്യനായ ഈ ഞാൻ ഒഴിച്ച് സമ്മതിക്കില്ല. എന്നിൽ നിന്ന് നിന്നെ അകറ്റാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. ചൊല്ലിക്കൊട് ഉങ്ക അപ്പാവുക്ക്.
അഭി, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു. ഒന്നിലൊരു താല്പര്യമില്ലാതെ. നീ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ? അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? ഇല്ല, പിന്നെ ഒന്നുമില്ല. അഭി, തന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. അങ്ങോട്ട് കണ്ടില്ല. ആദ്യം ഷേണായിയെ വിടാമെന്ന് കരുതി. പിന്നെ നേരിട്ട് വന്ന് പറഞ്ഞില്ലെങ്കിൽ വരില്ല എന്ന് തോന്നി. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അതപ്പം തന്നെ പറയണം. അതാ എൻ്റെ ഒരു സ്വഭാവം. പലപ്പോഴും അനവസരങ്ങളിൽ പറഞ്ഞ് മണ്ടത്തരങ്ങളും ആവാറുണ്ട്. അഭി, ഐ എം സോറി. ഒരു നല്ല സുഹൃത്തിന്റെ മണ്ടത്തരം ഒരു പ്രാവശ്യത്തെ ക്ഷമിക്കാലോ, അല്ലേ? ഇറങ്ങട്ടെ. വരുമല്ലോ അല്ലേ? എടോ, ഇന്നത്തോടു കൂടി തന്റെ റേഷൻ കാർഡിൽ നമ്മൾ വെട്ടും. എടോ, കൊതുക് തിരിയുടെ പരസ്യത്തിന് ഈ കൊടുമുടിയുടെ പടം പറിച്ചു വെച്ചതിന്റെ കാര്യം എന്താണ്? ഇതാണ് ഷെണായിക്ക് ജ്ഞാനമില്ല എന്ന് പറയുന്നത്. നാണമില്ലെന്നോ? നാണമല്ല, ജ്ഞാനം. മലയാളത്തിൽ അറിവ് എന്ന് പറയും. എന്റെ ഷെണായി, ഇത് തികച്ചും സിംബോളിക്കാണ്. അതെന്ത് പണ്ടാറമാണ്? കൊട്ടുമുട്ടിയോളം ഉയർന്നു പൊങ്ങുന്ന കൊതുകുകൾ അട്ടിമുട്ടിയില്ലാതാക്കുന്ന ചട്ടപ്പെട്ടാന്നുള്ളൊരു നട്ടപ്പെട്ടി ആട്ടുമാർക്ക് കൊതുക് തിരി. സംഗതി ശരിയാണ്, പക്ഷെ വേറൊരു കാര്യമുണ്ട്. തന്റെ ചടപെടാന്നുള്ള നടപടി കണ്ടാൽ പടപെടാന്ന് അടിവരും. പിന്നെ തന്നെ പൊടിപടൽ പോലും അടിപടലെ കാണില്ല. അറിയുമോ? അനാവശ്യം സുമ്മാനക്കാക്കി തമർത്ത വയ്ക്കുന്ന സാഗര. ആ, വരണം വരണം, വന്നത് നന്നായി. കല്യാണ പെണ്ണിനെ കണ്ട് 2 ഉപദേശം തരണം എന്ന് വിചാരിച്ചേർക്കായിരുന്നു. ഞാൻ അഭിരാമി എന്ന് കണ്ടിട്ടുണ്ട്. അഭിരാമി നല്ല അഹങ്കാരമുള്ള കുട്ടിയാണ്. പണിയെടുക്കടോ കുറങ്ങാൻ. അഭിരാമി, ഞാൻ വന്ന റോയ്ച്ചനെ കാണാനല്ല, തന്നെ കാണാനാ. എന്താ? ഇന്ന് മനസ്സമ്മത്തിന് സാരി എടുക്കാൻ പോവാ. എന്റെ സെലക്ഷൻ എല്ലാം ഒരു ടൈപ്പാ. അതുകൊണ്ട് താൻ വന്ന് എനിക്ക് മാച്ച് ചെയ്യുന്നൊരു സാരി എടുത്തു തരണം. അല്ല, അത് ഞാൻ റോയ്ച്ചനോട് ഞാൻ പറയാം, വാ. നിനക്ക് റോസി ചേച്ചിയും കൂട്ടി പോയാ പോരെ? അഭിരാമിക്ക് ഇവിടെ വർക്കുള്ളതാ. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അഭി പ്ലീസ്, ഒന്ന് പറ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. റോയ് പറഞ്ഞാ ഞാൻ പോയിട്ട് വരാം. താങ്ക്സ് അഭി. റോയ്ച്ച പ്ലീസ്. എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാനിവിടെ ഭയങ്കര ബിസിയാ. അതിന് റോയ്ച്ചനെ ഞാൻ വിളിച്ചില്ലല്ലോ. അഭി പോവാം. റോയ്ച്ച ബൈ. അല്ല, കൊള്ളാം. എന്തായാലും നല്ല സെലക്ഷൻ. നെക്ലസ് ആണോ ചെറുക്കനാണോ? രണ്ടും. നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോടി? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സമ്മതിക്കോ? സത്യത്തിൽ നിങ്ങളാ ഭാഗ്യോദയള്. താലി കിട്ടുന്നതിന് മുമ്പ് സമ്മതം ചോദിച്ചിട്ടല്ലേ കെട്ടിക്കോ? അല്ല, നിങ്ങൾ ചായ ഒന്നും കുടിച്ചില്ലേ? തന്നാലല്ലേ കുടിക്കാൻ പറ്റൂ. അയ്യോ, 1 മണിക്കൂറായാലോ ചായ എടുക്കാൻ പറഞ്ഞിട്ട്. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ചായ എടുത്തോണ്ട് വരാൻ ഇവിടെ ആരെങ്കിലും ചായ കൊണ്ടു. ഞാൻ ഈ റോസി ചേച്ചിയോട് ചായ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോസി ചേച്ചി. ഇടപ്പള്ളി പോണേക്കര മുള്ളോത്ത് പീറ്ററിന്റെ മോൻ ജോണിക്കുട്ടി ഒരു ആലോചന വന്നതാ. പക്ഷെ എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തറവാട്ടുകാരാണെങ്കിലും ജോർജൂട്ടിയുടെ കാര്യത്തില് അത്ര പോരാ. മാത്രമല്ല, ചെക്കന് വീഞ്ഞില്ലാണ്ട് ഒരു ദിവസം പോലും ഒരു രക്ഷയില്ല. വെറുതെ അങ്ങോട്ട് ഇറക്കി വിട്ടാ പോരല്ലോ. അതങ്ങടെ ഭാവിയും കൂടി നമ്മൾ നോക്കണ്ടേ? ആ, റോയേ വാ, ഇങ്ങോട്ട് വാ. ഇത് 2ാമത്തോനാ, റോയ്. ഒരു പരസ്യ കമ്പനി നടത്തുക. ഭയങ്കര കലാകാരനാ. അമ്മേ, ചായ ഇനിയും വേണ്ടി വരും. ദാ റെഡി. അയ്യോ, മോൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. എങ്ങനെ കഴിക്കും? ഇങ്ങനെ വെണ്ടയ്ക്ക സാമ്പാർ പാർട്ടിയല്ലേ? ഞാനതങ്ങ് മറന്നുപോയി. മോള് നിൽക്കേ, അമ്മ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വേണ്ടമ്മേ, ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചതാ. എനിക്കത് മതി. അത് പറ്റില്ല മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. ഞാൻ ഇതുകൊണ്ടേ കൊടുത്തിട്ട് വരാമേ. അതുകൊണ്ട് അപ്പച്ചന്റെ ഭക്ഷണം കൂടി ഞാനാ കഴിക്കുന്നേ. ആ, അവിടെ കൊടുക്ക്. ആ, ഇവിടെ കൊടുക്ക്. അവിടെ. ഏതായി കുട്ടി? റോയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാ. ഇരുന്ന് ബോറടിച്ചോ?
അപ്പച്ചൻ പുരാണം പറയാൻ തുടങ്ങിയ പിന്നെ നിർത്താൻ വലിയ പ്രയാസ. നമ്മുടെ അപ്പച്ചന് ഒട്ടും മോശമല്ലേ. ആ ജോസിന് മിനിയോട് തനിച്ചു വല്ലതും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ. നിനക്ക് ചെറുക്കനോട് സംസാരിക്കണോ? സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അത്രേ ഉള്ളൂ. വഴിയുണ്ടാക്കാം, വാ. അയ്യോ വേണ്ട, വേണ്ട. വിളിക്കട്ടെ? അയ്യോ വേണ്ട, കേക്കണില്ല. അല്ല മിനി, അല്ല ആരേ ഷൂ ഷൂ എന്ന് വിളിച്ചു? അല്ല മിനിക്ക് സംസാരിക്കും. മിനി എവിടെ? മിനി പോയി. ആ എന്നാണോ ഇല്ലല്ലോ. May I come in, sir? Yes. റോയ് പറഞ്ഞ ആ വ്യത്യസ്തമായ വർക്ക് ഞാൻ പൂർത്തിയാക്കി. ദാ. സർഗവസന്തം പോലെ നെഞ്ചിൽ തമ്പുരു മീട്ടും നാഥ, എന്നെ ഉണർത്താൻ നിൻ സ്വരമിനിയും വൈകിയിരുന്നെങ്കിൽ മോഹനഗീതം മണ്ണിൻ മാറിൽ വിടരാതിരുന്നേനെ, ഞാൻ പാടാതിരുന്നേനെ. സർഗവസന്തം പോലെ നെഞ്ചിൽ തമ്പുരുമീട്ടും ദേവി. ഗസരി മഗസരി സമഗസരി നിദമഗസരി സനിദമഗസ. സരിഗ മഗ സരിഗ മപനിദമ സിഗ മഗ സനിദ പദനി സനിദ മഗസ ധനി സരിഗ മഗ സനിദ മാ പദനി സ മഗസ 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 മഗസ. അഴകിൽ ഞാൻ തീർത്തോരോ മനസ്വപ്നങ്ങൾ ജലരേഖയായേനേ. പുരുഷ പ്രകൃതി ലയമാം കോമള സാരമതീരാഗം. എന്നിലെ അജ്ഞാത മൗനത്തിലെങ്ങോ
ധ്വനിയായി മറഞ്ഞേനേ രാഗം ധ്വനിയായി മറഞ്ഞേനേ ധീം ധിർ 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 ധീം ധിർ 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 ദില്ലാന ധിർ ധിർ ദില്ലാന ധിർ ധിർ ദില്ലാന ശിലയിൽ ഞാൻ തീർക്കുമായിരം ശില്പങ്ങൾ മിഴിയാതിരുന്നേനേ സ്വർഗതപോവനവാടിയിലൊഴുകും ഹംസനാദ തരംഗം ആനന്ദ ബാഷ്പമോടകരാരിലണിയാൻ കഴിയാതിരുന്നേനേ നമ്മൾ ഉണരാതിരുന്നേനേ அவன் யாரு? எந்த அவனும் நீயும் தம்பில் பந்தம்? Come on, tell me. அபிராமி, உனக்கு தெரியாதா? உங்க அம்மா, my sister. അവർക്ക് ഒരിക്കൽ പറ്റിയ തെറ്റാ നീ. അത് റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഒരു തെറ്റിൽ ചെന്ന് അവസാനിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. പക്ഷെ അത് തെറ്റാൻ വെറും ഒരു നിമിഷം മതി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇനിമേലിൽ നീ അവനെ കാണരുത്. സോറി. അഭിരാമി, അനുസരിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. ലെഫ്റ്റ് ലെഫ്റ്റ്. വല്ലതും പറ്റിയോ? നല്ല അസല് ബ്രേക്ക്. ഓടിക്കാനും നിർത്താനും പഠിച്ചു. സ്റ്റാർട്ടാക്കാൻ അടുത്ത പ്രാവശ്യം ചന്ദ്രൻകുഞ്ഞ് വരുമ്പോ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. തിരിച്ചു പോകണമെന്ന് കേൾക്കുമ്പോ വല്ലാത്തൊരു വിഷമം. കുട്ടികൾ പോയാ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലാവും. ഞങ്ങള് പോയാലെന്താ? സജിച്ചില്ലേ ഇവിടെ? അത് ശരിയാ. സതി വീണ വായിക്കുന്ന കേട്ടോണ്ടിരുന്നാൽ സമയം പോണതേ അറിയില്ല. ഇനി വീണ പോരെങ്കിൽ വീണ് പണിയെടുക്കാൻ ഞാനൊരുത്തനുണ്ടല്ലോ ഇവിടെ. എന്തെങ്കിലും പണിയെന്ന് വല്യമ്മാവൻ സമയം പോക്കിക്കോളും. എടാ, നിന്റെ പ്രായത്തിൽ നിന്നേക്കാ കൂടുതൽ അധ്വാനിച്ചിട്ടാ ഞാനിപ്പോ മുറുക്കി തുപ്പി വിശ്രമിക്കണത്, അറിയോ? ആ, എനിക്കും ഇതുപോലെ മുറുക്കി തുപ്പി വിശ്രമിക്കണമെന്നുണ്ട്, അറിയോ? പക്ഷേ ഈ അനന്തരവൻ ഇങ്ങനെ അടിക്കടി വരണ പക്ഷം എനിക്ക് മുറുക്കലും ഉണ്ടാവില്ല, തുപ്പലും ഉണ്ടാവില്ല. എല്ലാം കൂടെ ഒരു തുപ്പലായിരിക്കും ചോര. കുഞ്ഞുണ്ണി, ലേശം വേദനിച്ചിട്ടോ. അല്ലട റോയെ, ഇപ്പൊ എല്ലാ കല്യാണത്തിനും ഈ പിണ്ണാക്കും നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇതിപ്പോ എല്ലായിടത്തും ഒരു പതിവാ. നമ്മുടെ മോടെ കല്യാണത്തിന് എന്തായാലും ഇതുപോലൊരു കാസറ്റ് വേണം. ഉവ്വ. അപ്പൊ കല്യാണവും സദ്യയും കാസറ്റും പിണ്ണാക്കും ഒക്കെപ്പാടുകൂടി ഞാൻ മുടിഞ്ഞു പോലെന്റെ കർത്താവേ. ചെലവൊരുക്കാൻ ഞാനൊരു വഴി കാണുന്നുണ്ട്. നീ പറയടാ. ഇവർ രണ്ടുപേരും കല്യാണം ഒരുമിച്ച് നടത്തുക. ഐ, കൊള്ളാലോടാ, നിനക്ക് ബുദ്ധി വളർന്നു തുടങ്ങിയില്ലോ. ഇത് പറഞ്ഞപ്പോഴാ ഓർത്തേ, നമ്മുടെ ആ മാളിയേക്കല് ലൂവീസിന്റെ മോളെ ഇവനായിട്ടൊന്ന് ആലോചിച്ചാലോ. ആ തോമസ് മാഷ് 2-3 പ്രാവശ്യമായി പറയണേ. മറിയ, നീ അറിയില്ല കുട്ടീനെ? ഏത്? എൽസി ചേച്ചിയുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തില്ല അമ്മച്ചി, നാൻസി. ആ, ശരിയാ. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാ. ഐശ്വര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഐശ്വര്യം കണ്ടിട്ടൊന്നല്ലോ ഞാൻ നിന്നെ കെട്ടിയത്, ജോർജ് കുട്ടി. അപ്പൊ അതാ എന്റെ സംഗതി. ലൂവീസ് ആരാന്നാ നിന്റെ വിചാരം? ഈ ടൗണിലെ കിരീടം വെക്കാത്ത രാജാവാ, മനസ്സിലായോ? അപ്പൊ പിടിച്ച മിനിമം രാജകുമാരെങ്കിലാവാ. റോയി എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, അതിപ്പോ ഞാൻ ഈ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കെൽപ്പില്ലാതെ. നീ ഇപ്പൊ വെല്ലോന്റെയും കാലം പറയണോ നിക്കണേ? അല്ല പച്ച. എടാ റോയി, ഈ കുടുംബത്തെ ഒരു പെൺകുട്ടിയെ കൂടെ പോറ്റാൻ നിന്റെ വരുമാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല മച്ചി, ഉടനെ വേണ്ട, കുറച്ച് കഴിയട്ടെ.
ഐ കല്യാണം എന്ന് പറഞ്ഞപ്പോ നീ കാണിച്ച ആക്രാന്തം ഇവനില്ലാത്ത നീ ഒന്ന് പോയി ചോദിച്ചേൻ. അതവിടെ ഇരിക്കട്ടെ, വന്നിട്ട് തിന്നാലോ. ഒന്നും മുഴുവൻ സമ്മതിക്കും. ഒരു കാസറ്റ് കാണാൻ ഒരു പടല പഴേ. നീ എന്താ അപ്പനോട് വ്യക്തമായൊന്നും പറയാതെ പോന്നെ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം. ആലോചിച്ച് ഉറപ്പിച്ച ശേഷം ചുമ്മാ കാണാവൂടാന്ന് പറഞ്ഞ അപ്പനെ കുണം മാറും പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. നമുക്ക് ശരിയാക്കാമടാ പിണ്ണാക്കേ. ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? 2 ഐസ്ക്രീം കൂടി പറ. അത് ശരി, ഐസ്ക്രീം കഴിച്ചു തുടങ്ങിയപ്പോ അത് മാത്രമായോ ചിന്ത? കുറച്ച് മുമ്പ് വരെ പറഞ്ഞതൊക്കെ മറന്നോ? അതിപ്പോ ഞാൻ എങ്ങനെയാ റോയ് പെട്ടെന്നൊരു അഭിപ്രായം പറയുന്നേ? വിവാഹം എന്നൊക്കെ പറയുമ്പോ റോയുടെ വീട്ടിലേക്ക് കല്യാണം ഇഷ്ടാവണം, പിന്നെ നമ്മൾ രണ്ടുപേരുടെയും ജാതി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ. മാത്രമല്ല പെട്ടെന്ന് കല്യാണം കഴിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ത്രില്ല് കളയണോ? വേണ്ട, കളയണ്ട. ആലോചന നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴേ എന്നെ ഫോൺ ചെയ്ത് തുടങ്ങി മാളിയക്കല നാൻസി. അവൾക്ക് ത്രില്ല് എത്രയും വേഗം കല്യാണം നടത്തുന്നില്ല. മാളിയക്കല ലൂയിസിന്റെ സംബന്ധക്കാരനാകാന്ന് പറഞ്ഞ അപ്പച്ചൻ അതിലേറെ ത്രില്ല്. എല്ലാവരും ത്രില്ലടിപ്പിക്കാൻ ഞാൻ ഒരാളും. ഞാൻ എന്താ വേണ്ടത് അത് പറ. അതിപ്പോ ഞാൻ എന്താ പറയാ? എന്തെങ്കിലും പറ റോയ്. എനിക്ക് കല്യാണത്തിന് മുമ്പ്. അയ്യേ, കല്യാണത്തിന് മുമ്പൊന്നും വേണ്ട, അതൊക്കെ മോശമല്ലേ. അതൊക്കെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് പോയി. എന്നാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നൊക്കെ അനുസരിച്ചോളാമെന്ന്. എന്നാ നമുക്ക് 2 ഐസ്ക്രീം കൂടെ കഴിക്കാം. ദാസാ 2 ലാസ. കോമഡി പറയുന്ന. അപ്പച്ചൻ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം. ഇവരോടൊക്കെ 2 വാക്ക് സംസാരിക്കണം എന്ന്. ഇവനൊരു ദിവസം വന്ന് അപ്പച്ച എനിക്ക് പരസ്യ കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഇവനിത് എന്താ പറ്റിയെന്ന്. കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങള് പണ്ടം പണയത്തുമ്പോ പണം കടം കൊടുക്കണ പാർട്ടീസാണ്. അതിന്ന് മാറിയിട്ട് ഇവതെന്ത് പിണ്ണാക്കായി ചെയ്യാൻ പോണെന്നായി എന്റെ ചിന്ത. പിന്നല്ലേ കാര്യങ്ങൾ പിടികിട്ടിയത്. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 1 വർഷം തികയാണ്. ഇന്ന് അപ്പച്ചൻ ഇവിടെ വന്നൊരു പ്രസംഗം കാച്ചണമെന്ന് ഇവര് വലിയ നിർബന്ധം. എന്റെ കടമ ഇവിടെ തീരണം. ഈ കമ്പനി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നടത്താൻ സഹായിച്ചതിന് നിങ്ങളെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, പ്രത്യേകിച്ച് അഭിരാമിയോട്. ഈ സ്ഥാപനത്തിനെ നിലനിർത്തുന്നത് തന്നെ അഭിരാമിയുടെ വർക്കുകളാണെന്നാണ് ഇവന്റെ അഭിപ്രായം. അഭിരാമിക്ക് എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പോരെ? എന്താ വേണ്ടത്? അഭിരാമി എവിടെ? നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. മിസ്റ്റർ, നിങ്ങൾ ആരാ? വിഷ്ണു, മഹാവിഷ്ണു. അവേ വിഷ്ണു അല്ല, ഏത് പരമശിവനാലും ശരി, ഇപ്പൊ നിങ്ങൾ പുറത്തു പോണം. ബഹളം ഉണ്ടാക്കണ്ട. ഞാൻ പോവാൻ തന്നെ വന്നവനാ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം. നാളെ മുതല് അഭിരാമി ഇവിടെ വരില്ല. അബേ, ഇപ്പൊ നിങ്ങൾ പുറത്തു പോണം. നിങ്ങളോട് പോവാനാ പറഞ്ഞത്. I said get out. അഭിരാമി ഞാനാ വിളിക്കുന്നേ. നിങ്ങൾ വിളിക്കുമ്പോ ഇറങ്ങി വരാൻ അവള് നിങ്ങളുടെ ആരാ? അവളോട് ചോദിക്കും. അവള് പറഞ്ഞു തരും ഞാൻ അവളുടെ ആരാണ്. അബേ പുറത്തു പോണോ? പറഞ്ഞോട്.
എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. അല്ലാണ്ട് വെറുതെ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കൂ? ഇനിയും അവൻ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ പറഞ്ഞു വിടുന്ന നല്ലതെന്നാ തോന്നുന്നത്. ആർട്ടിസ്റ്റുകളെ വേറെയും കിട്ടും, പക്ഷേ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് പോയാ പിന്നെ. ആ കുട്ടി ഒരു പാവാ. നീ എന്ത് പിണ്ണാക്കാന്റെ മറിയും കുട്ടി പറയണേ? ആ കുട്ടി പാവായിരിക്കും, പക്ഷെ നമ്മളത് നോക്കാന്ന് നമ്മുടെ സ്ഥാപനത്തിന് അതിന്റെ കുഴപ്പം. പാവണെന്ന് കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞാ ചിലപ്പോ. എന്റെ റോയ്, നീ എന്താ ഈ കുന്തം വിഴിഞ്ഞ പോലെ നിക്കണേ? നിന്നെ പണ്ടാറ എന്തെങ്കിലും ഒന്ന് പറ. റോയ്, നമ്മുടെ ധാരണകൾ എപ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷെ അവളെ കുറിച്ചുള്ള ധാരണകളൊന്നും തെറ്റല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എങ്കിൽ പറയൂ, ആരാണ് വിഷ്ണു? അഭിരാമി എന്ന പേരല്ലാതെ നിനക്ക് അവളെ കുറിച്ച് എന്തറിയാം? ശരിയാണ്, അഭിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയണം എല്ലാം. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്കറിഞ്ഞേ പറ്റൂ. പറയൂ, ഈ വിഷ്ണു ആരാണ്? ഇത്രയും അധികാരത്തോടെ സംസാരിക്കണമെങ്കിൽ അവൻ അന്യനല്ല. അഭിക്കൊന്നും പറയാനില്ലേ? ഞാൻ ഈ ചോദിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറയണം. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു പെൺകുട്ടിയും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇഷ്ടം തോന്നിയപ്പോ തുറന്നു പറഞ്ഞു, മറുപടി കിട്ടിയപ്പോ സന്തോഷിച്ചു ഒരുപാട്. ഇപ്പൊ നീ എന്നെ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരെല്ലാവരും ചോദിക്കുന്നു, ഈ വിഷ്ണു ആരാണ്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? പറയാൻ എനിക്കൊരു മറുപടിയില്ല. ഓഹോ, അപ്പൊ മറുപടി പറയില്ലെന്ന് ഉറപ്പിച്ചു വന്നതാണല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിനക്ക് ആരുമല്ല. ഇനി ഞാൻ ചോദിക്കില്ല ഒന്നും. എങ്കിലും ഞാൻ കാത്തിരിക്കും നിന്റെ മറുപടിക്ക് വേണ്ടി. ബിക്കോസ് സ്റ്റിൽ ഐ ലവ് യു. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അച്ഛാ, ഇന്ന് വരെ ഞാനൊന്നും അച്ഛനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അച്ഛനറിയാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ഞാൻ അച്ഛനോടൊരു കാര്യം ആവശ്യപ്പെടാൻ പോവാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്നെ വിവാഹം കഴിക്കാൻ അയാൾക്ക് സമ്മതമാണ്. പക്ഷേ ഞാൻ ആരാണെന്ന് അയാൾക്ക് അറിയണം. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. എന്നാ എനിക്ക് അച്ഛാ, ഒരേ ഒരാളോട് മാത്രം ഡോക്ടർ ശരത്ചന്ദ്ര വർമ്മയാണ് എൻ്റെ അച്ഛനെന്ന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നെങ്കിലും. അതുകൊണ്ട് തന്നെ പലവട്ടം ഞാനതിന് മറുപടിയും പറഞ്ഞു. അച്ഛാ, അതെ, ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണ്. ആ സത്യം എനിക്ക് നിഷേധിക്കാമായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തില്ല. കാരണം എന്റെ രക്തത്തിൽ പിറന്ന നിന്നെ ഞാൻ സ്നേഹിച്ചു. പക്ഷേ അതിനി ഒരാളറിയാൻ പാടില്ല. അറിഞ്ഞാൽ എനിക്ക് നിഷേധിക്കേണ്ടി വരും. പിന്നെ അച്ഛനെ നീ കാണില്ല ഒരിക്കലും. യാമിനി
മേഘം ഓ യാമിനി നിൻകിനാവിൽ ഏതു സന്ധ്യാ കുങ്കുമം മണിനിലാത്തൂവലായി നിന്റെ മുന്നിൽ പെയ്തു ഞാൻ കരിമുകിൽ പൂകൾ പകരമെന്നും നൽകി നീ നിൻ കൈയിലെന്നുമെന്നും കളിവീണയായി ഞാൻ പാടുമീണമെല്ലാം ചിരി കൊണ്ട് മൂടി നീ എന്നും വരും അറിഞ്ഞില്ല നീ ഓ യാമിനി നിൻകിനാവിൽ ഏതു സന്ധ്യാ കുങ്കുമം എങ്കിലും നിന്നിലേ തേങ്ങയായി ഞാൻ മാറിടും ഓർമ്മയായി മേഘമായി പെയ്തു തീരാമോഹമായി നിന്റെ ബാഷ്പധാര ചിന്നും സ്വരമായി മുഴങ്ങും ഞാൻ അലയാഴിയായി തുളുമ്പും തിരയായി തലോടും ഞാൻ കനലായി വരും സ്വപ്നങ്ങളിൽ ഓ യാമിനി നിൻകിനാവിൽ ഏതു സന്ധ്യാ കുങ്കുമം യാമിനി നിന്റെ മിഴിയിൽ ഏതു സൂര്യസ്പന്ദനം സീമന്തിനി നിൻമുഖം ഏതു നിഴലിൻ പൊയ്മുഖം ഓ യാമിനി നിൻകിനാവിൽ ഏതു സന്ധ്യാ കുങ്കുമം യാമിനി നിന്റെ മിഴിയിൽ ഏതു സൂര്യസ്പന്ദനം അഭിരാമി ഹോസ്പിറ്റലാ. What happened? അവള് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക.
അഭിരാമി അഭിരാമി എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു? അഭിരാമി ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് റൂം. പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷി ഒപ്പിടാൻ വന്നതായിരിക്കും അല്ലേ? വിഷ്ണു, അപ്പൊ പേര് മറന്നിട്ടില്ല. അഭിരാമി. നിങ്ങളുടെ ഭാഗ്യദോഷം, അവള് മരിച്ചിട്ടില്ല. എനിക്ക് മോളെ ഒന്ന് കാണണം. ഇനി ഓർമ്മ വീണിട്ടില്ല. പക്ഷെ കണ്ണു തുറക്കുമ്പോ അവൾ ആദ്യം കാണുന്നത് ഈ മുഖമാകാൻ ഞാൻ സമ്മതിക്കില്ല. വിഷ്ണു, ഈ ഒരു അവസരത്തിൽ സെന്റിമെന്റ്സ് നിങ്ങൾക്ക് പൊള്ളയായ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ ആദ്യം നിങ്ങൾ എന്റെ പെങ്ങളെ കുരുതി കൊടുത്തു. ഇപ്പോ ഇവളെയും. നോ. സ്വന്തം മകളെ ഒന്ന് കാണാൻ ഒരു അച്ഛന്റെ റിക്വസ്റ്റ് ആണ്, പ്ലീസ്. ഓഹോ, അപ്പൊ അവളെ മകളായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളുടെ മാന്യത കുടുംബത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാം ആലോചിച്ചിട്ടാണോ? അതെ, ഇത്രയും നാൾ അവൾക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അവൾക്ക് അവകാശപ്പെട്ട സ്വത്തും ഞാൻ എഴുതി വെച്ചു കഴിഞ്ഞു. അവൾ എന്റെ മോളാ, എനിക്ക് അവളെ വേണം. ഇല്ല, അവളെ ഇനി ഒരുത്തനും ഞാൻ വിട്ടുതരില്ല. ഷീസ് മൈൻ, എന്റേത് മാത്രം. ഞങ്ങളുടെ ആചാരപ്രകാരം ഞാൻ അവളെ കല്യാണം കഴിക്കും. സമ്മതിക്കില്ല. എനിക്കതിന് ഒരുത്തന്റെ അനുവാദം വേണ്ട. Get lost. Get lost, I say! ഞാൻ അച്ഛനൊരു ഭാരമാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സ്വപ്നങ്ങളിൽ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ദുസ്വപ്നാവുക? പിന്നെ അച്ഛനെ നീ കാണില്ല ഒരിക്കലും. ഞങ്ങളുടെ ആചാരപ്രകാരം ഞാൻ അവളെ കല്യാണം കഴിക്കും.
എക്സ്ക്യൂസ് മീ, യെസ്, വൺ മിസ് അഭിരാമി അല്പം മുമ്പ് ഡിസ്ചാർജ് ആയിപ്പോയല്ലോ. കൂടെ ആരാ ഉണ്ടായിരുന്നെന്നറിയാം? അതറിയില്ല. നിങ്ങളാരാ? അല്ല, ഞാൻ ആ കുട്ടിയുടെ ഒരു താങ്ക് യു സർ. ഓക്കെ. ഹലോ. എന്താ ഇപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നാൻ? ഇതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അറിയില്ല, എന്തായാലും അവൾ ആകെ അപ്സെറ്റ് ആയിരുന്നു. കാര്യം ചോദിച്ചാ ഒന്നും തുറന്നു പറയുന്ന ടൈപ്പല്ലല്ലോ. അഭിരാമിയുടെ ലോക്കൽ ഗാർഡിയൻ ആരാണെന്ന് സിസിലിക്ക് അറിയാവോ? ഒരു വിഷ്ണു. അയാൾ എവിടാ താമസം? അതെനിക്കറിയില്ല. ചിലപ്പോ ഇവിടെ വന്നേക്കും. അഭിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വന്നാൽ ഉടനെ എന്നെ ഒന്ന് അറിയിക്കണം. ശരി. മരിച്ചവർക്ക് വേണ്ടി ഇനി ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്യാനുള്ളത്, അവർക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക. ജീവിച്ചിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന കടമകളും കടപ്പാടുകളും ഇനി നമ്മുടേതായിട്ട് വേണം കരുതാൻ. ഐ മീൻ, നിങ്ങൾ മക്കളും അമ്മയും അല്ലാതെ ശരചന്ദ്രനെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിനി അനാഥരാണെന്ന ദുഃഖം അവർക്കുണ്ടാകരുത്. അച്ഛൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നു ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ആ ആത്മാവ് അദൃശ്യനായി ഇവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നു എന്ന് വിശ്വസിക്കുക. വെറുതെയെങ്കിലും. അങ്കിൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് ചന്ദ്രു ക്ഷമയോടെ കേൾക്കണം. ശരചന്ദ്രന്റെ മരണം ഇനിയും അറിയാതെ, അറിഞ്ഞാൽ ഒരു പക്ഷേ ചന്ദ്രുവിനേക്കാൾ വേദനിക്കുന്ന, ചന്ദ്രുവിനേക്കാൾ തകരുന്ന ഒരാൾ കൂടി ജീവിച്ചിരിപ്പുണ്ട്. ചന്ദ്രുവിന്റെ സഹോദരി അഭിരാമി. വാട്ട് യു സേ? നോ, കള്ളം, പച്ചക്കള്ളം. അങ്കിളിനാരോ തെറ്റിദ്ധരിപ്പിച്ചതാ. നോ, അച്ഛൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ല എന്ന് ചന്ദ്രു തീർത്തു പറഞ്ഞാൽ ആ കുട്ടിക്ക് നിഷേധിക്കപ്പെടുന്നത് നിങ്ങളുടെ സ്നേഹവും സംരക്ഷണവും മാത്രമാണ്. അച്ഛന്റെ സ്വത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം നേരത്തെ തന്നെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അഭിരാമിക്കായി. ഇത് ചീറ്റിംഗ് ആണ്. എല്ലാം അറിയാവുന്ന അങ്കിള് പോലും ആരൊക്കെയോ ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ്. അങ്കിൾ വിശ്വസിക്കരുത്. ശരിയാ, ഒരു നാടകം. കളിക്കാരൊക്കെ തിരശീലയ്ക്ക് പിന്നിലായി. ശേഷിക്കുന്നത് സ്വന്തം വേഷം എന്താണെന്നറിയാതെ വിഷമിക്കുന്ന ഒരു പാവം പെൺകുട്ടി മാത്രം. അങ്ങനെ ഒരു സിസ്റ്റർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഞങ്ങളോട് പറയുമായിരുന്നു. ഇതേതോ യൂസ്ലെസ് കെട്ടിച്ചമച്ച കള്ളക്കഥ. അങ്കിൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റൂ. ചന്ദ്രുവിന് 3 വയസ്സുള്ളപ്പോ ഡോക്ടർ വർമ്മ പാലക്കാട്ടൊരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ്. അന്ന് നഗരത്തിൽ നടന്ന ഒരു നൃത്തപരിപാടി കാണാൻ അദ്ദേഹം പോയി. ശിവകാമി എന്ന തമിഴ് ബ്രാഹ്മൺ യുവതിയുടെ നൃത്തം ശരചന്ദ്രനെ വല്ലാതെ ആകർഷിച്ചു. അതൊരു സൗഹൃദത്തിലുപരി തെറ്റിലേക്ക് വഴിതെളിച്ചു. അഗ്രഹാരം ശിവകാമിയെ പുറന്തള്ളി. ഏതോ ഒരു അനാഥാലയത്തിൽ അഭിരാമി പിറന്നു. അധികം വൈകാതെ ശിവകാമി മരിച്ചു. ഒക്കെ അറിയാൻ ശരചന്ദ്രൻ വളരെ വളരെ വൈകി. വണ്ടിയിലെ ജലം അവിടെ ഒടിച്ചോളൂ. ഈ ദർഭ അവിടെ ഇടുക. പിണ്ണം വയ്ക്കുക. അവിടെ വെച്ചോളൂ. ബാക്കി ചോറെല്ലാം അവിടെ. ഇല അവിടെ ഇടാം. അവിടെ ഇട്ടോളൂ. ഇത് പവിത്ര ഒരു കെട്ടഴിച്ചാളി. കൂടുതൽ ഇടത്തിടുക. കൈകൊട്ട.
വന്നില്ല. അലഞ്ഞു തിരിയാനുണ്ടാവും, ഗതി കിട്ടാതെ. ഓർക്കാൻ കഴിയണം. മരിച്ചവരോടാകുമ്പോ മനസ്സിൽ കരുതിയാലും മതി. അറിയാത്ത ദേശത്തെവിടെയോ രക്തബന്ധത്തിൽ പിറന്നൊരു കുട്ടി. ശരചന്ദ്രന് അതിനെ സ്നേഹിച്ചു കൊതി തീർന്നില്ലാത്രേ. ആ കുട്ടിയെ പോയി കാണണം. അച്ഛന്റെ ആഗ്രഹങ്ങളൊന്നും ബാക്കിയാവരുത്. കാലത്ത് തന്നെ പുറപ്പെട്ടുള്ളൂ. വിഷമിക്കണ്ട. പോയി വിളിച്ചോണ്ട് വരുമ്പോ ഒക്കെ നേരെയാവും. പ്രാർത്ഥിക്കുക. സാവിത്രി വല്ലതും ഒന്നും പറയുന്നില്ല. അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അഭിരാമിയെ സാവിത്രിക്ക് വെറുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങളെക്കാൾ അവളെ സ്നേഹിക്കാൻ സാവിത്രിക്ക് കഴിയും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ് അതൊരമ്മയ്ക്ക് മനസ്സിലാവും. ഞാനിപ്പോ എന്ത് ചെയ്യണം അങ്കിൾ? ഒരു യാത്ര. അച്ഛൻ മരിച്ച വിവരം അഭിരാമിക്കറിയില്ല. പാവം കുട്ടി. സഹോദരനെ കിട്ടുമ്പോൾ അച്ഛൻ നഷ്ടപ്പെടുന്നു. ഫെയ്റ്റ്. അങ്കിൾ, ഞാനിപ്പോ എവിടെ പോയാ അവളെ കാണുക? ടൗണിൽ മേഘ അഡ്വർടൈസിംഗ് കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. വൺ മിസ്റ്റർ റോയ് ആണ് അതിൻ്റെ പ്രൊപ്പറൈറ്റർ. പിന്നെ റിലേറ്റീവ്സ് എന്ന് പറയാൻ അവളുടെ അമ്മയുടെ ബ്രദറുണ്ട്, ഒരു വിഷ്ണു. ഹൗസ് ബോട്ടിൽ ഫോറിനേഴ്സുമായി കറങ്ങി നടക്കലാണ് അയാളുടെ ജോലി. അവൾ അയാളുമായി അത്ര നല്ല ടേംസിലൊന്നും അല്ല. ബെറ്റർ യു അപ്രോച്ച് മിസ്റ്റർ റോയ്. എക്സ്ക്യൂസ് മീ. യെസ്, ഈ മേഘ അഡ്വർടൈസേഴ്സിന്റെ പ്രൊപ്പറേറ്റർ വൺ മിസ്റ്റർ റോയ്. ഞാനാണ്. ഹലോ, ഐ ആം കൃഷ്ണേന്ദ്രൻ. ഡോക്ടർ ശരചന്ദ്രവർമ്മയുടെ മകനാണ്. എനിക്ക് മനസ്സിലായില്ല. പറയാം. ഒരു അല്പസമയം എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യണം പ്ലീസ്. പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ വിവരങ്ങളൊന്നും അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല. എനിക്ക് എത്രയും വേഗം അഭിരാമിയെ കാണണം. അവൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി അവളെ കാണാമായിരുന്നു. മനസ്സിലായില്ല അല്ലേ? ഇതേ അവസ്ഥയിൽ തന്നെയാണ് ചന്ദ്രു ഞാനും. അഭിരാമിയുടെ വേറെ അബൌട്ട്സ് ഒന്നും അറിയാതെയാണ് ഞാൻ അവളെ സ്നേഹിച്ചതും ഞങ്ങൾ ഒന്നാകാൻ തീരുമാനിച്ചതുമെല്ലാം. പക്ഷെ ഉത്തരവില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അറിയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ചോദിച്ചു. മറുപടി പറയാൻ കഴിയാത്തതോ അതോ വേറെന്തോ ആകാം അവളെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് പ്രേരിപ്പിച്ചത്. ഞാൻ അറിഞ്ഞപ്പോൾ അല്പം വൈകി. അന്വേഷിച്ച് ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോയിരുന്നു. പിന്നീട് ഒരറിവുമില്ല. നൗ ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. അച്ഛന് പറ്റിയൊരു തെറ്റ്. മരണം വരെ അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. എഴുതി വെച്ച വിൽപത്രം വായിച്ചപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തിൽ അർഹിക്കാത്ത പങ്ക് പറ്റുന്ന ഒരുത്തി. ദേഷ്യമായിരുന്നു ഇവിടെ വന്ന് അഭിരാമിയെക്കുറിച്ച് അറിയുന്നവരെ. പക്ഷെ അറിഞ്ഞപ്പോൾ സഹതാപം തോന്നി. അച്ഛൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അച്ഛൻ്റെ പേരിന് കളങ്കം ഉണ്ടാതിരിക്കാനാവും അവളെല്ലാം മറച്ചുവെച്ചത്. പോർ ഗേൾ. അവളെ മനസ്സിലാക്കാതെ
ഞാനും വേദനിപ്പിച്ചു. ഇപ്പൊ അവൾ എവിടെയാ? എനിക്കറിയില്ല അമ്മച്ചി. അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. അറിഞ്ഞിടത്തോളം അവൾ വിഷ്ണുവിന്റെ കൂടെ ഉണ്ട്. പക്ഷെ അയാൾ എവിടെയാണ് താമസമെന്നോ എവിടെ കാണുമെന്നോ ആർക്കും അറിയില്ല. അഡ്വക്കേറ്റ് ഞങ്ങൾ പറഞ്ഞനുസരിച്ച് ഇയാൾക്ക് ഈ ഹൗസ് ബോട്ടുമായി ഫോറിനേഴ്സിനെ ഗൈഡ് എന്നാ പിന്നെ ബോട്ട് യാർഡിൽ അന്വേഷിച്ചാൽ അറിയാം. എന്നാലും മിഴിച്ച് കണ്ട് വേഗം പോയ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വാട പെണ്ണാക്കേ. അപ്പച്ചി ഇത് കഴിക്കേ. പട്ടിണി കിടന്ന് മരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. കാരണം നീ ഉയരോടെ ഇരിക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. കഴിക്കേ. കഴിക്കാൻ. நீ என்ன யோசிக்கிற? உன்னை எங்கிட்ட இருந்து கூட்டிட்டு போறதுக்கு யாராவது வரும்னு யோசிக்கிறியா? நோ, யாரும் வராது. உனக்கு அந்த விஷ்ணு தான். வீடு வர உறவு, வீதி வர மனைவி, காடு வர பிள்ளை, கடைசி வரை யாரும். நீ இருக்கணும். என் கூட கடைசி வரை நீ இருந்த ஆவணம். കഴിക്ക. വിഷ്ണു, ഇത് ചന്ദ്രു. ഡോക്ടർ ശരത്ചന്ദ്ര വർമ്മയുടെ മകനാ. ചന്ദ്രുവിന് അഭിരാമിയെ ഒന്ന് കാണണം. യു ആർ ലക്കി. പറഞ്ഞു തീരും മുമ്പ് വന്നല്ലോ നിന്റെ അണ്ണൻ. നീ എന്തിനാ കരയണേ? വൈകിയാണെങ്കിലും നിന്നെ കാണാൻ ഏട്ടൻ വന്നില്ലേ? അവിടെ കാത്തിരിക്കുക അമ്മയും കാവേരിയും എല്ലാരും. കരയണ്ട. അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പോ ഏട്ടനുണ്ട്. എന്താ പറഞ്ഞേ? അതെ, അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പോ ഏട്ടന. കർമ്മങ്ങൾ തീർന്നില്ല. നീ വരാതെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. റിലാക്സ്. വിഷ്ണു, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ചന്ദ്രു വന്നത് അഭിരാമിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ അവളുടെ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായിട്ടില്ല. അതിന് അവളും കൂടി അവരോടൊപ്പം വേണം. വിഷ്ണു, അച്ഛന് പറ്റിയ തെറ്റിന് പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അഭിരാമി എൻ്റെ കൂടെ വിടണം, പ്ലീസ്. കേട്ടില്ലേ ഉന്നോട് അണ്ണൻ പറഞ്ഞത്? ഇപ്പൊ നിനക്ക് എല്ലാവരും ഉണ്ട്. അണ്ണൻ, അമ്മ, തങ്കച്ചി, എല്ലാരും. ആശുപത്രി കിടക്കൽ ബോധമില്ലാതെ കിടന്നപ്പോ കൂട്ടിനിരിക്കാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രം. ഇപ്പൊ അവകാശികളെത്തി ഉന്നെ കൊണ്ടുപോറதுக்கு. ഞാൻ I'm losing. I'm always losing. Take her. Yes. കൊണ്ടുപോക്കോ. കൊണ്ടുപോക്കോളാൻ. കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞപ്പോ കാര്യങ്ങൾ വളരെ ഈസിയാണെന്ന് നനച്ചല്ലേ? എന്റെ കൺമുമ്പിൽ നിന്ന് അവളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിവെങ്കിൽ I don't mind.
ഇത് കൊള്ളാമല്ലോ. യാത്ര പറയാൻ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. നാളെ തന്നെ തിരിച്ചു വരും. റോയുടെ അപ്പച്ചൻ അമ്മച്ചയൊക്കെ ഒന്ന് കാണണ്ടേ? ചുമതല ബോധമുള്ള ഏട്ടന് ഇനി എന്തെല്ലാം ജോലി കിടക്കുന്നു. അതിനു മുമ്പ് ചടങ്ങുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കണം. എങ്കിലേ മനസ്സിനൊരു സമാധാനമുള്ളൂ. സോ വരട്ടെ. വാ. ശരി, പോയിട്ട് വാ. ഇനി വന്നേ. അല്ലേ ഒരു കാര്യം ചെയ്യാം. എന്റെ ഉഡ്ബി അളിയനെ അമ്മയെ അമ്മാവനെ അനിയത്തേക്ക് ഒന്ന് കാണട്ടെ. താനും കൂടി വാ. ആ